السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. من لم يستشف بالقرآن فلا شفاه الله. صدق محمد رسول الله صلى الله عليه وسلم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നു നാം ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട, അതേസമയം നവീന ചിന്താഗതിക്കാരുടെ പരിഹാസത്തിനും ശിർക്കാരോപണത്തിനുമൊക്കെ വിധേയമായ ഒരു മഹത്തായ വിഷയമാണ്. അഥവാ ഉറുക്കും മന്ത്രവും ഇസ്ലാമിക ദൃഷ്ടിയിൽ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വിശ്വസിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ചികിത്സ തേടും പോലെ തന്നെ അവർ രോഗശമനത്തിനു വേണ്ടി ആശ്രയിക്കുന്ന വലിയൊരു ഭാഗമാണ് ആത്മീയ ചികിത്സ. ഇതേക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പ്രധാനമായും ചർച്ചയ്ക്ക് വരുന്നത് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ട്, ഹദീസ് കൊണ്ട്, ശിർക്ക് കലരാത്ത നല്ല നല്ല ദിക്റുകളെ കൊണ്ടും മറ്റും മന്ത്രിക്കുന്നതും, ആ മന്ത്രിക്കുന്നത് ഉറുക്കായി എഴുതിക്കെട്ടുന്നതും ഇതു സംബന്ധിച്ചുള്ള ചർച്ചയാണ് പ്രധാനമായും ഇവിടെ കടന്നു വരുന്നത്. രോഗം സുഖപ്പെടുത്തുന്നത് അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. അങ്ങനെ വിശ്വസിക്കാതിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഷാഫി പടച്ച തമ്പുരാനാണ്, ശിഫ നൽകുന്നത് അവനാണെന്ന് വിശ്വസിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അതേസമയം നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ ഒരു വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി വിശ്വാസികൾ മന്ത്രിക്കുന്നതും ഉറുക്കുകെട്ടുന്നതും തെറ്റാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതേ ചോദ്യം നമുക്ക് തിരിച്ചും ചോദിക്കാലോ. ഭൗതിക ചികിത്സ തേടി ഡോക്ടർമാരെ സമീപിക്കുന്നതിന്റെ വിധി എന്ത്? അള്ളാഹുവാണ് രോഗം സുഖപ്പെടുത്തുന്നതെങ്കിൽ എന്തിനു ഡോക്ടറുടെ അടുത്ത് പോകണം?
എന്തിന് ഭൗതിക ചികിത്സകൾ തേടി പോകണം? ഇവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലാഹു തആല രോഗങ്ങൾക്ക് ചികിത്സാ രീതികൾ നിയമിച്ചിട്ടുണ്ട്. ആ ചികിത്സകളുമായി ബന്ധപ്പെടുമ്പോൾ അല്ലാഹു ആ രോഗം സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നത് ഒരിക്കലും അധികപ്പറ്റല്ല. അത് വിശ്വാസത്തെ ബാധിക്കുന്ന പ്രശ്നവുമല്ല. ഭൗതിക ചികിത്സ പോലെ തന്നെ ആത്മീയ ചികിത്സകളും ധാരാളമുണ്ട്. വിശുദ്ധ ഖുർആൻ ലോകർക്ക് ശമനൌഷധമാണ് എന്ന് നല്ല ഒരു സിദ്ധൌഷധമാണ് എന്ന് അള്ളാഹു തന്നെ പഠിപ്പിക്കുന്നത് കാണാം. സൂറത്തുൽ ഇസ്രാഇന്റെ 82-ാം വചനം, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആനിൽ നിന്നും നാം ഇറക്കുന്നു, വിശുദ്ധ ഖുർആനിൽ നിന്ന് നാം ജനങ്ങൾക്ക് വേണ്ടി ഇറക്കുന്നു. മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശ്വാസികൾക്ക് ഔഷധവീര്യമുള്ള കാരുണ്യമായ വിശുദ്ധ ഖുർആനിന്റെ ഭാഗങ്ങളെ നാം ഇറക്കുന്നു. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ശിഫാ ആണ്, റഹ്മത്താണ്. എന്നാൽ ഇതിൽ വിശ്വാസമില്ലാത്ത അക്രമികളെ സംബന്ധിച്ചിടത്തോളം, ഈമാനില്ലാത്ത അക്രമികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശുദ്ധ ഖുർആൻ നാശത്തെയല്ലാതെ വർദ്ധിപ്പിക്കില്ല, നാശമല്ലാതെ വർദ്ധിപ്പിക്കില്ല. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. എന്തിനാണ് ഇത് പറയേണ്ടി വരുന്നത്? ഈ ആയത്തിൽ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുള്ള കിബർ, ഹസദ് പോലെയുള്ള രോഗങ്ങൾക്ക്, കുഫർ, നിഫാഖ് പോലെയുള്ള രോഗങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഉത്തമമായ ഒരു സാരോപദേശ ഗ്രന്ഥമാണ്. ആ നിലക്കല്ലേ ഇവിടെ ഖുർആൻ ശിഫ ആണ് എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ജനങ്ങളെ വട്ടം കറക്കുന്നവരുണ്ട്. തീർച്ചയായും ആന്തരികമായ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ആത്മീയമായ രോഗങ്ങൾക്ക് ഖുർആൻ ഏതുപോലെ ശിഫ ആണോ അതേ രൂപത്തിൽ തന്നെയാണ് ശാരീരിക രോഗങ്ങൾക്കും ഖുർആൻ ശിഫയാണ് എന്ന് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് കാണാം. വഅലം അന്നൽ ഖുർആന ശിഫാഉൻ മിനൽ അംറാദിർ റൂഹാനിയ്യ. ആത്മീയ രോഗങ്ങൾക്ക്, കുഫർ, നിഫാഖ്, ഹസദ് പോലെയുള്ള ആത്മീയ രോഗങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ സിദ്ധൌഷധമാണ്, ശമനമാണ്. വശിഫാഉൻ അയ്ളൻ മിനൽ അംറാദിൽ ജിസ്മാനിയ്യ. മാത്രമല്ല ശാരീരിക രോഗങ്ങൾക്കും ആത്മീയ രോഗങ്ങൾക്ക് ശിഫയായതുപോലെ തന്നെ ശാരീരിക രോഗങ്ങൾക്കും അത് ശിഫയാണെന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് കാണാം. അമ്മാ കൗനുഹു ശിഫാഅൻ മിനൽ അംറാദിർ റൂഹാനിയ്യത്തി ഫളാഹിറു. ആത്മീയ രോഗങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ശിഫയാണ് എന്നത് ഫളാഹിറു, ആ കാര്യം വളരെ വ്യക്തമാണ്. അത് പറയേണ്ടതില്ല, സമർത്ഥിക്കേണ്ടതില്ല. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഇത്തരം കുഫർ, നിഫാഖ് പോലെയുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സാ മുറകൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ആത്മീയ രോഗങ്ങൾക്ക് ചികിത്സ തന്നെയാണ്. പക്ഷെ ആത്മീയ രോഗങ്ങൾക്ക് മാത്രമല്ല, ശാരീരിക രോഗങ്ങൾക്കും ശിഫയാണെന്ന് പറഞ്ഞല്ലോ. അത് വിശദീകരിക്കുന്നു. വഅമ്മാ ഖൗലുഹു ശിഫാഅൻ മിനൽ അംറാദിൽ ജിസ്മാനിയ്യ. ശാരീരിക വൈകല്യങ്ങൾക്ക് ഇതെങ്ങനെയാകുന്നു ശിഫയാകുന്നത്? എങ്ങനെയാണ് ഇത് ശിഫയാകുന്നത്? ഫലിഅന്ന തബറുക ബിഖിറാഅതിഹി യദ്ഫഉ കസീറൻ മിനൽ അംറാദ്. കാരണം ആ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്നതിലൂടെ ധാരാളം രോഗങ്ങൾ അത് തട്ടിക്കളയും, അത് സുഖപ്പെടുത്തും, അത് ദൂരീകരിക്കുമെന്നതിൽ സംശയമില്ല. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. ഇതേ ആശയം തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബിയും പറഞ്ഞത് കാണാം. വശിഫാഉൻ മിനൽ അംറാദിൽ ളാഹിറ ബിർറുഖ വതഅബ്ദി വനഹ്വിഹി. മന്ത്രം, ഏലസ് കെട്ടുക, ഇത്തരം കാര്യങ്ങളെ കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ മന്ത്രിച്ചും എഴുതിക്കെട്ടിയുമൊക്കെയുള്ള ചികിത്സാ മുറകളിലൂടെ മനുഷ്യന്റെ ഭൗതിക രോഗങ്ങളും സുഖപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി
തന്റെ തഫ്സീർ റൂഹുൽ ബയാനിൽ ബഹുമാനപ്പെട്ടവർ തന്റെ തഫ്സീർ റൂഹുൽ ബയാനിൽ വിശദീകരിക്കുന്നത് കാണാം. വഅലം അന്നൽ ഖുർആന ശിഫാഉൽ ലിൽ മർദിൽ ജിസ്മാനി അയ്ളാ. നീ മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആൻ അത് ശാരീരിക രോഗത്തിനും ശിഫയാണ്. അയ്ളൻ വീണ്ടും എന്ന് പറഞ്ഞാൽ ആത്മീയ രോഗങ്ങൾക്ക് ശിഫയായതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, മല്ലം യസ്തശ്ഫി ബിൽ ഖുർആൻ ഫലാ ശഫാഹുല്ലാഹ്. വിശുദ്ധ ഖുർആൻ ശിഫയായി തന്റെ രോഗങ്ങൾക്കുള്ള ശമനമാർഗമായി വിശുദ്ധ ഖുർആനിനെ ആരാണോ കാണാത്തത്, മല്ലം യസ്തശ്ഫി ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് ചികിത്സിക്കാത്തവനാരാണോ, ശിഫ തേടാത്തവനാരാണോ, ഫലാ ശഫാഹുല്ലാഹ്, അവന്റെ രോഗം അല്ലാഹു സുഖപ്പെടുത്താതിരിക്കട്ടെ. എത്രമാത്രം ഗൗരവമുള്ള വാക്കാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അള്ളാഹു മാത്രമാണ് ഷാഫി എന്ന് പറഞ്ഞ് ശിഫ നൽകുന്നത് പടച്ചറബ് മാത്രമാണ്, മറ്റേതു മേഖലകളെയും നിങ്ങൾ സമീപിക്കരുതെന്ന് പറഞ്ഞ് ഡോക്ടറുടെ അടുത്ത് പോകുന്നുണ്ട്, ഗുളിക കഴിക്കുന്നുണ്ട്, മരുന്ന് കുടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അള്ളാഹു മാത്രമാണ് ഷാഫി എന്ന് പറഞ്ഞ് ശിഫ നൽകുന്നത് പടച്ചറബ് മാത്രമാണ്, മറ്റേതു മേഖലകളെയും നിങ്ങൾ സമീപിക്കരുതെന്ന് പറഞ്ഞ് ഡോക്ടറുടെ അടുത്ത് പോകുന്നുണ്ട്, ഗുളിക കഴിക്കുന്നുണ്ട്, മരുന്ന് കുടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം വിശുദ്ധ ഖുർആൻ വചനങ്ങളും ഹദീസിന്റെ വചനങ്ങളും ദിക്റുകളുമൊക്കെ ഏറ്റവും വലിയ ശിഫാഇന്റെ മാർഗമാണ് എന്ന് പഠിപ്പിച്ചതിനെ മാറ്റി നിർത്തി അത് ഈ പറഞ്ഞ ആശയത്തിനെതിരാണെന്ന് പറഞ്ഞ് ഇത്രയും നല്ല ഒരു ചികിത്സാ മുറയെ, ചികിത്സാ രീതിയെ മാറ്റി നിർത്താനുള്ള ശ്രമം ആരാണോ നടത്തുന്നത് അവരുടെ രോഗം സുഖപ്പെടാതിരിക്കട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇവിടെ നമുക്ക് ചിന്തിക്കാനുള്ളത് അള്ളാഹുവിന്റെ ഹബീബ് മന്ത്രിച്ചിട്ടുണ്ടോ എന്നതാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മന്ത്രിച്ചിട്ടുണ്ട്. എവിടെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅബ്ദിദുൽ ഹസന വൽ ഹുസൈൻ യഖൂൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമക്ക് നബി തങ്ങൾ മന്ത്രിക്കാറുണ്ടായിരുന്നു, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അല്ലാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങളെ കൊണ്ട് ഞാൻ അഭയം തേടുന്നു. മിൻ കുല്ലി ശൈത്വാനിൻ, എന്റെ ഈ മക്കൾക്ക് എന്തെങ്കിലും പൈശാചിക ബാധ ഉണ്ടാകുന്നതിനെ തൊട്ട്, വഹാമ്മത്തിൻ, മറ്റെന്തെങ്കിലും ജന്തുക്കളുടെ ശല്യത്തെ തൊട്ട്, വമിൻ കുല്ലി ഐനിൻ ലാമ്മ, ഏറ് തട്ടുന്ന കണ്ണിനെ തൊട്ടും കണ്ണെറിയുന്നതിനെ തൊട്ടും ഞാൻ എന്റെ മക്കളെ തൊട്ട് അള്ളാഹുവിനോട്, എന്റെ മക്കൾക്ക് ഇത്തരം അപകടങ്ങൾ ഏൽക്കുന്നതിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുകയാണ് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ മന്ത്രിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് മന്ത്രിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന യഖൂലു ലിൽ മരീദ് ബിസ്മില്ലാ തുർബത്തു അർളിന വരിഖത്തു ബഅദിന യശ്ഫി സഖീമന എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മന്ത്രിക്കാറുണ്ടായിരുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വരുന്ന രോഗികളെ നമ്മുടെ ഭൂമിയിലെ മണ്ണ്, നമ്മളിൽ ചിലരുടെ തുപ്പുനീര്, ഇത് യശ്ഫി സഖീമന, നമ്മിൽ രോഗബാധിതനെ സുഖപ്പെടുത്തും, രോഗിയെ സുഖപ്പെടുത്തുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മന്ത്രവചനമായിട്ട് ചൊല്ലാറുണ്ടായിരുന്നു എന്ന്. എന്തിനധികം ഇത് ഇസ്ലാമികമാണോ മന്ത്രം എന്ന് ചോദിച്ചാൽ ഇവിടെ പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇലാഹി സന്ദേശങ്ങൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരാണോ എത്തിച്ചു കൊടുക്കുന്നത്, ഇലാഹി സന്ദേശങ്ങൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരാണോ എത്തിച്ചു കൊടുക്കുന്നത്, അതിന്റെ ഇടയിലുള്ള മധ്യവർത്തി, അള്ളാഹുവിന്റെയും റസൂലുള്ളാഹിയുടെയും ഇടയിലുള്ള മധ്യവർത്തി
ഇലാഹി സന്ദേശം എത്തിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയും റസൂലുള്ളാഹി തങ്ങളെ മന്ത്രിക്കുന്നു എന്ന് നമുക്ക് കാണാം. അൻ ആയിഷ സൗജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്, ആയിഷ ബീവി പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യയായ ആയിഷ ബീവി പറയുന്നു, പത്നിയായ ആയിഷ ബീവി പറയുന്നു, കാന ഇദസ്തകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഖാഹു ജിബ്രീൽ. അല്ലാഹുവിന്റെ ഹബീബിന് വല്ല രോഗവും ബാധിച്ചാൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളെ മന്ത്രിക്കുമായിരുന്നു. ഖാല, എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ബിസ്മില്ലാഹി യുബ്രീക് വമിൻ കുല്ലി ദാഇൻ യശ്ഫീക് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ മന്ത്രിക്കുന്നു നബിയെ. അല്ലാഹു യുബ്രീക്, അല്ലാഹു നിങ്ങളെ സുഖപ്പെടുത്തട്ടെ. വമിൻ കുല്ലി ദാഇൻ യശ്ഫീക്, എല്ലാ രോഗത്തിൽ നിന്നും അങ്ങേക്ക് ശമനം നൽകട്ടെ. വമിൻ കുല്ലി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ പ്രകടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മുഴുവൻ ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു നിങ്ങളെ രക്ഷിക്കട്ടെ. വശർരി കുല്ലി ദീ ഐൻ, എല്ലാ കണ്ണന്മാരുടെയും കണ്ണിനെ തൊട്ടും അല്ലാഹു, എല്ലാ കണ്ണന്മാരുടെയും ഷർറുകളെ തൊട്ടും അല്ലാഹു നിങ്ങളെ കാത്തു രക്ഷിക്കട്ടെ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ മന്ത്രിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ഇസ്ലാമികാധ്യാപനമാണോ മന്ത്രം എന്നത് ചോദിക്കേണ്ടതില്ലല്ലോ, ഒരിക്കലുമില്ല. ഇനി നമുക്ക് നോക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്ഥിരമായ ഒരു മന്ത്രമുണ്ടായിരുന്നു. ഏത് രോഗത്തിനും അല്ലാഹുവിന്റെ ഹബീബ് മന്ത്രിച്ചിരുന്നു ഒരു മന്ത്രം. ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ദഖൽതു അന വസാബിതുൻ അന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഞാനും സാബിത്ത് റളിയല്ലാഹു അൻഹു അനസ് ഇബ്നു മാലിക്കിന്റെ അടുത്ത് ചെന്നു. അപ്പോൾ എന്റെ കൂടെയുള്ള കൂട്ടുകാരൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹു വിളിച്ചു, യാ അബാ ഹംസ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വിളിപ്പേരാണ് അബൂ ഹംസ. ഓ അബൂ ഹംസ, ഇസ്തകൈതു, എനിക്ക് സുഖമില്ല, എനിക്ക് ചില വിഷമങ്ങളുണ്ട്, ഇന്ന് ചില രോഗങ്ങളുണ്ട്, എനിക്ക് വേണ്ടത്ര സുഖമില്ല. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അലാ അർഖീക ബിറുഖിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത്രേ, അല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ മന്ത്രം കൊണ്ട് ഞാൻ നിന്നെ ഒന്ന് മന്ത്രിച്ചാലോ? ഖാല ബലാ, അവിടുന്ന് പറയുന്നു, അതേ, ഹബീബിന്റെ മന്ത്രം നിന്റെ കയ്യിലുണ്ടെങ്കിൽ എന്നെ ഒന്ന് മന്ത്രിക്കണം. നബി മന്ത്രിച്ചിരുന്ന മന്ത്രമുണ്ടെങ്കിൽ. അവിടുന്ന് പറയുന്നു, ഖാല അല്ലാഹുമ്മ റബ്ബന്നാസ് മുദ്ഹിബൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ശാഫിയ ഇല്ലാ അൻത ശിഫാഅൻ ലാ യുഗാദിറു സഖമാ എന്ന് പറഞ്ഞു മന്ത്രിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥിരം മന്ത്രമായിരുന്നു കൂട്ടുകാരെ ഇത്. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ റബ്ബന്നാസി മുദ്ഹിബൽ ബഅസ്, ലോകരുടെ രക്ഷിതാവായ, വിഷമങ്ങൾ ദൂരീകരിക്കുന്ന റബ്ബേ, ഇശ്ഫി, നീ സുഖപ്പെടുത്തണേ, അന്ത ഷാഫി, നീ മാത്രമാണ് സുഖപ്പെടുത്തുന്നവൻ, ലാ ഷാഫിയ ഇല്ലാ അന്ത, നീയല്ലാതെ സുഖപ്പെടുത്തുന്ന ഒരാളുമില്ല. ശിഫാഅൻ ലാ യുഗാദിറു സഖമാ, ഒരു രോഗം പോലും ബാക്കി വെക്കാത്ത, ഒരു രോഗം പോലും ബാക്കി വെക്കാത്ത തരത്തിലുള്ള പൂർണ്ണമായ ശമനം നൽകണേ എന്നായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സ്ഥിരമായി മന്ത്രിക്കുന്ന മന്ത്രം. അള്ളാഹുവാണ് ഷാഫി എന്ന വിശ്വാസത്തിന് ഇവിടെ കുഴപ്പമില്ല. അള്ളാഹു പഠിപ്പിച്ച മാർഗങ്ങളിലൂടെ അള്ളാഹുവിന്റെ ശിഫ ചോദിച്ചു വാങ്ങുകയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചു, ജിബ്രീൽ അലൈഹിസ്സലാം മന്ത്രിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥിരം മന്ത്രം നാം കേട്ടു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിക്കാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് കൽപ്പിക്കുന്നത് നോക്ക്. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു, യഅ്മുറുനി അൻ അസ്തർഖിയ മിനൽ ഐൻ, കണ്ണേറിനെ തൊട്ട് എന്നോട് മന്ത്രിക്കാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പഴഞ്ചനാണ്, ഇതൊക്കെ യാഥാസ്ഥികരുടെ വാദങ്ങളാണ് എന്ന് പറഞ്ഞ് ഇതൊക്കെ യാഥാസ്ഥികതയാക്കി തള്ളിക്കളയാൻ മാത്രം പറ്റുന്ന വിഷയങ്ങളാണോ? ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. നേരത്തെ ഞാൻ വായിച്ച റസൂലുള്ളാഹി തങ്ങളുടെ സ്ഥിരം മന്ത്രം എന്ന് പറഞ്ഞത് അത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനി മന്ത്രിക്കാം, പക്ഷെ മന്ത്രിച്ച് ഊതാൻ പറ്റുമോ? മന്ത്രിക്കാമെന്നതിൽ തർക്കമില്ല, പക്ഷെ മന്ത്രിച്ച് ഊതുന്നതിൽ വല്ല ഫലവും ഉണ്ടോ? ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ആവാ ഇലാ ഫിറാശിഹി,
അള്ളാഹുവിന്റെ ഹബീബ് കിടക്കാൻ വേണ്ടി തന്റെ വിരിപ്പിലേക്ക് വന്നാൽ നഫസ ഫീ കഫൈഹി ബിഖുൽ ഹുവല്ലാഹു അഹദ് വബിൽ മുഅവ്വിദതൈൻ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മോദിയിട്ട് തന്റെ രണ്ട് ഉള്ളം കയ്യിലേക്കും ഊതുമായിരുന്നു. എന്നിട്ട് ഉള്ളം കയ്യിലേക്കും ഊതുമായിരുന്നു. സുമ്മ യംസഹു ബിഹിമാ വജ്ഹഹു, എന്നിട്ട് ആ രണ്ട് ഉള്ളം കൈ കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പൂമുഖം ഇങ്ങനെ തടവും. വമാ ബലഗത് യദാഹു മിൻ ജസദിഹി, തന്റെ ശരീരത്തിൽ ഈ കൈ എവിടെയൊക്കെ എത്തുമോ പരമാവധി ആ കൈ എത്തുന്ന സ്ഥലത്തെല്ലാം ആ കൈകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ തടവുമായിരുന്നു. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി പറയുകയാണ്, ഫലമ്മസ്തക, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായപ്പോൾ, രോഗമുള്ള സമയത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് അങ്ങനെ എഴുന്നേറ്റിരുന്ന് തടയാനൊന്നും പറ്റാത്ത ഒരു സമയത്ത് കാന യഅ്മുറുനി അൻ അഫ്അല ദാലിക്, ആരോഗ്യപരമായി ക്ഷീണമുള്ള സമയത്ത് എന്നോട് അതിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുമായിരുന്നു. ആലോചിച്ചു നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് മന്ത്രിക്കാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ മന്ത്രിച്ച് ഊതാം. ആ ഊതുന്നതിൽ എന്തോ ഫലമുണ്ട്, ആ ഊത്തിൽ എന്തൊക്കെയോ കിട്ടുന്നുണ്ടെന്നത് കൊണ്ടാണല്ലോ ആ ഊതിയ കൈ റസൂലുള്ള മുഖത്ത് തടവിയതും എന്നിട്ട് അതുകൊണ്ട് ശരീരമാസകലം എത്താവുന്നിടത്തോളം ആ കൈ എത്തിക്കുകയും ചെയ്തത്. ഇതിനൊരു ഫലവുമില്ലെങ്കിൽ ഇല്ലല്ലോ. അപ്പൊ ആ ചൊല്ലിപ്പറഞ്ഞ് വിശുദ്ധ വചനങ്ങൾ ചൊല്ലിപ്പറഞ്ഞ് ഊതുന്ന ഊത്തിനെന്തോ മഹത്വമുണ്ടെന്ന് തന്നെ വരുന്നു. ഇനി അവിടെയും കഴിയുന്നില്ല. സഹാബാ കിറാമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിക്കാൻ പറഞ്ഞു എന്നത് ശരിയാണ്. അവർ മന്ത്രിച്ചിട്ടുണ്ടോ? സഹാബത്ത് സ്വന്തം ഈ പണി ചെയ്തിട്ടുണ്ടോ? റസൂലുള്ളാഹി കൽപ്പിച്ച സ്ഥിതിക്ക് ചെയ്യുമെന്ന് തന്നെയാണല്ലോ ഉറപ്പ്. ചെയ്തിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് അന്നഹു അത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് അദ്ദേഹം ചെന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ചെല്ലുമ്പോൾ വബി വജഉൻ ഖദ് കാദ യുഹ്ലികുനി, ഞാൻ മരിച്ചു പോകുമോ എന്ന് തോന്നുന്ന രൂപത്തിൽ അതിശക്തമായ വേദനയുണ്ട് എനിക്ക്. എന്നെ ആ വേദന കൊന്നുകളയുമോ എന്ന് ഞാൻ സംശയിച്ചു പോയി. എന്റെ ജീവൻ തന്നെ ബാക്കി നിൽക്കില്ലേ എന്ന് സംശയിച്ചു പോകുന്ന രൂപത്തിലുള്ള വേദന. മഹാനവറുകൾ പറയുന്നു, റസൂലുള്ളാഹിയോട് സങ്കടം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംസഹ് ബിയമീനിക സബ്അ മർറാത്ത്, എവിടെയാണ് നിന്റെ ശരീരത്തിൽ ആ വേദന തോന്നുന്നത്? ആ വേദന തോന്നുന്ന ഭാഗത്ത് ഒരു 7 തവണ വലത്തെ കൈകൊണ്ടങ്ങ് തടവ്. ഹാർട്ട് അറ്റാക്കിന്റെ വേദനയാണോ? ഏത് വേദന? ഹാർട്ട് അറ്റാക്കിന്റെ വേദനയാണോ? ഏത് വേദനയുമാവട്ടെ വിശ്വാസത്തോടുകൂടെ. ഗ്യാസിന്റെ വേദനയാണോ? അല്ല ഊരവേദനയാണോ? മറ്റേതോ മുട്ടുവേദനയാണോ? സന്ധിവേദനകളാണോ? ആ വേദനയുള്ളിടത്ത് നീ കൈവെക്കുക, നിന്റെ വലത്തെ കൈവച്ച് 7 വട്ടങ്ങ് തടവുക. വഖുൽ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു, അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു, അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് തടവിക്കാളാ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി, പടച്ച റബ്ബിന്റെ പ്രതാപവും ശക്തിയും മുൻനിർത്തിയിട്ട് ഞാൻ അവനോട് അഭയം തേടുന്നു. മിൻ ശർരി മാ അജിദു, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമം തീർത്തു തരാൻ. കണ്ടോ നിങ്ങൾ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ് യഥാർത്ഥത്തില് മന്ത്രം എന്ന് പറയുന്നത്. മന്ത്രത്തിൽ നടക്കുന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തില്. ഞാൻ അങ്ങനെ ചെയ്തു, അപ്പോൾ അള്ളാഹു എന്റെ വിഷമങ്ങളെല്ലാം നീക്കിക്കളഞ്ഞു. പിന്നെ ആ വേദന എനിക്ക് ഉണ്ടായില്ല എന്നല്ല, ഇതൊരു നല്ല മാർഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും എന്നിട്ട് ഫലം മസൽ ആമുറു ബിഹി അഹ്ലി വ ഗൈറഹു, എന്റെ കുടുംബങ്ങളോടും മറ്റുള്ളവരോടുമൊക്കെ ഞാൻ ആ ചികിത്സാ മുറ കൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ നോക്ക് നിങ്ങൾ, സഹാബത്ത് സ്വയം ചെയ്തു. ആ മന്ത്രിച്ചു എന്നല്ല, മന്ത്രിച്ചതിന് ഫലം കണ്ടു. ഉടനെ തന്നെ അതിന്റെ ഫലം കാണുകയാണ്, അവർക്ക് അതിൽ വിശ്വാസം വരികയാണ്.
മന്ത്രിച്ചു കൊടുക്കുക എന്നത് നാം നമ്മുടെ കൂട്ടുകാർക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല ഉപകാരമായിരിക്കും. ഒരാളോട് മന്ത്രിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ, ഒരു രോഗി വരുമ്പോ അയാൾക്കൊന്ന് മന്ത്രിച്ചു കൊടുക്കുന്നു. ഒരു ഉസ്താദ് നമ്മുടെ വീട്ടിൽ കയറി വരുന്നു, അല്ലെങ്കിൽ ഒരു തങ്ങൾ വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയമായി ചെയ്യാവുന്നതാണ്. ഈ മന്ത്രത്തിന്റെ ഒക്കെ ദിക്റുകളും ഹദീസുകളും ഷിഫായിന്റെ ആയത്തുകളും ഒക്കെ ഉണ്ട്. ആ ഷിഫായിന്റെ ആയത്തുകളൊക്കെ ഓതിയിട്ട് ഒന്ന് ഭംഗിയായിട്ട് ആ കുഞ്ഞിന്, ഏത് രോഗം ബാധിച്ച കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിനെ ഒന്ന് മന്ത്രിക്കുക, അത് നല്ലതാണ്. നാം നമ്മുടെ കൂട്ടുകാർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും ഈ മന്ത്രം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലദഗത് റജുലൻ മിന്നാ അഖ്റബ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ തേളുകുത്തി വിഷമേറ്റപ്പം വനഹ്നു ജുലൂസുൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ തേള് കടിച്ചത്. ഉടനെ തന്നെ അവിടെയുള്ള ഒരാൾ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഞങ്ങളെ കൂട്ടത്തിൽ നിന്നൊരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് അർഖി, അല്ലാഹുവിന്റെ ഹബീബേ ഞാനൊന്ന് മന്ത്രിച്ചോട്ടെ. ഖാല മൻ ഇസ്തതാഅ മിൻകും മൻ യൻഫഅ അഖാഹു ഫൽയഫഅൽ, നിങ്ങളെ കൂട്ടത്തിൽ ആർക്കാണ് തന്റെ സഹോദരന് ഒരു ഉപകാരം ചെയ്യാൻ കഴിയുന്നതെങ്കിൽ അതവൻ ചെയ്തു കൊള്ളട്ടെ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. കണ്ടോ നിങ്ങൾ, അപ്പോൾ കൂട്ടുകാർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായമാണ് മന്ത്രിച്ചു കൊടുക്കുക എന്ന സേവനമെന്ന് ഇമാം മുസ്ലിം തങ്ങൾ പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി അവസാനമായി മന്ത്രിച്ചിട്ട് പ്രതിഫലം വാങ്ങാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സുദീർഘമായ ഹദീസ്, സമയദൈർഘ്യം പറയുന്ന ആ ഹദീസ് മുഴുവനും ഇവിടെ വായിക്കുന്നില്ല. ഇൻദലഖനഫറും മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫറത്തിൻ സാഫറുഹാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂട്ടുകാരിൽ ഏതാനും ആളുകൾ ഒരു യാത്ര പോവുകയാണ്. ഒരേരിയയിലൂടെ, അറബ് കബീലകളിൽപ്പെട്ട ഒരു ഏരിയയിലൂടെ ഇങ്ങ് കടന്നു പോകുമ്പം അവരുടെ അടുത്തു ചെന്ന് ക്ഷീണിച്ച് അവശരായ, വിശന്നു ദാഹിച്ചു വലഞ്ഞ ഇവർ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം തരുമോ, ഞങ്ങളെ ഒന്ന് സൽക്കരിക്കുമോ എന്ന് ചോദിച്ചു. പക്ഷേ അവർ വിസമ്മതിച്ചു. നിങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഈ വഴിയാത്രക്കാരുടെ അപേക്ഷ അവർ തള്ളിക്കളഞ്ഞു. അങ്ങനെ സഹാബാ കിറാം റളിയല്ലാഹു അൻഹു മുന്നോട്ട് നീങ്ങിയപ്പോ ഈ തള്ളിക്കളഞ്ഞ, സൽക്കരിക്കാൻ വിസമ്മതിച്ച ഈ ടീമിലെ നേതാവിനെ വിഷം തീണ്ടി. അവര് പരമാവധി മുഴുവൻ ശ്രമവും നടത്തി നോക്കി, പക്ഷേ ഒന്നും ഫലിച്ചില്ല. വിഷമിറക്കാൻ വേണ്ടി പല മാർഗവും നോക്കി, പക്ഷേ ഒന്നും ഫലിച്ചില്ല. സംഗതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞത്, ഇതാ ഇപ്പോൾ നമ്മുടെ അടുത്തുകൂടെ കടന്നുപോയ ആ വിദേശികളില്ലേ, ഈ നാട്ടുകാരായ നമുക്കറിയില്ലെങ്കിൽ ഒരു പക്ഷേ വിദേശികളാകുമ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലും പച്ചമരുന്നോ മറ്റോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എന്തെങ്കിലും ഔഷധങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അവരെ സമീപിക്കണം, അവരോട് ചോദിക്കൂ അവരുടെ അടുത്ത് വല്ല മരുന്നുമുണ്ടോ. ഉടനെ തന്നെ അവരുടെ അടുത്ത് ഓടി വരുന്നു. സഹാബാ കിറാം റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ മറുപടി, ഒരാൾ പറഞ്ഞു, വല്ലാഹി ഇന്നി ലാർഖി, അല്ലാഹുവാണേ സത്യം, എനിക്ക് മന്ത്രിക്കാൻ അറിയാം. വലാകിൻ വല്ലാഹി ലഖദ് ഇസ്തവഫ്നാകും ഫലം തുളീഫൂനാ, ഞങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും വിശന്ന് വലഞ്ഞ ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് തരുമോ ഞങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോ ഞങ്ങളെ നിങ്ങൾ വിരുന്ന് സൽക്കരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം തന്നിട്ടില്ല. അതുകൊണ്ട് ഫമാ അന ബിറാഖിൽ ലക്കും ഹത്താ തജഅലൂ ലനാ ജുഅലൻ ഫസാലഹൂഹും അലാ ഖതീഇൻ മിനൽ ഗനം. ഫമാ അന ബിറാഖിൽ ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മന്ത്രിച്ചു തരൂല. ഹത്താ തജഅലൂ ലനാ ജുഅല, ഞങ്ങൾക്ക് നിങ്ങൾ ഫീസ് നിശ്ചയിക്കുന്നത് വരെ, ഫീസ് നിശ്ചയിച്ചെങ്കിലേ ഞങ്ങൾ മന്ത്രിച്ചു തരൂ. ഫസാലഹൂഹും അലാ ഖതീഇൻ മിനൽ ഗനം, ഒരു പറ്റം ആടുകളെ തന്നെ നൽകാമെന്ന് അവർ അവരോട് കരാറിൽ ഏർപ്പെട്ടു. ഒത്തുതീർപ്പിലെത്തി. ഒരു കൂട്ടാടുകളെ തന്നെ തരാം, ഞങ്ങളുടെ നേതാവിനെ രക്ഷപ്പെടുത്തി തന്നാൽ, അല്ലെങ്കിൽ അദ്ദേഹം മരിക്കും, സംഗതി വഷളാണ്. അങ്ങനെ അദ്ദേഹം, ഈ പ്രമുഖനായ സഹാബി ചെന്ന് ഫാത്തിഹ ഓതി മന്ത്രിച്ചു. അയാൾ രക്ഷപ്പെട്ടു. ഒരു കുഴപ്പവുമില്ലാതെ അയാൾ നടന്നു പോകുന്നു. ഒരു കുഴപ്പവുമില്ല അദ്ദേഹത്തിന്. വിഷം പൂർണ്ണമായി ഇറങ്ങിക്കഴിഞ്ഞു. അതിൻ്റെതായ പാർശ്വഫലങ്ങളൊന്നും ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്നില്ല.
എന്നിട്ട് ഈ പറഞ്ഞ ഒരു കൂട്ടം ആടുകളെ തന്നെ ഇവർക്ക് ലഭിക്കുകയും ചെയ്തു. നിശ്ചയിച്ച ഫീസ് ഇവർക്ക് നൽകുകയും ചെയ്തു. സഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവർ മുന്നോട്ട് യാത്ര തുടരുമ്പോ സഹാബത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, യഖ്സിമു, നിങ്ങൾ വീതിക്കൂ, ഇത് നമ്മുടെ ഇടയിൽ വീതിക്കണം, ഈ കിട്ടിയ ആടുകളെ നമുക്ക് വീതിക്കാമെന്ന് പറഞ്ഞപ്പോ ഫഖാലല്ലദീ റഖാ, മന്ത്രിച്ചയാള് പറയുന്നു, ലാ തഫ്അലു ഹത്താ നഅതിയ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ചെല്ലുന്നത് വരെ നിങ്ങൾ അത് ചെയ്യരുത്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എന്താ നബി പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം, അതിന്റെ ശേഷമാക്കാം വിഷയം. ബഹുമാനപ്പെട്ട ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വരുന്നു. ഉടനെ തന്നെ സഹാബാ കിറാം കാര്യം പറഞ്ഞു, നബിയെ, ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ ഫാത്തിഹ ഓതി മന്ത്രിച്ചു, രോഗം സുഖപ്പെട്ടു, എന്താ നബിയെ നിങ്ങൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വമാ യുദ്രീക അന്നഹാ റുഖിയ, അത് മന്ത്രിക്കാൻ പറ്റുന്ന അധ്യായമാണെന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്ന് ചോദിക്കുകയാണ് ഈ മന്ത്രിച്ച സഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖദ് അസബ്തു, വെരി കറക്റ്റ്, നിങ്ങൾ ചെയ്തത് വളരെ ഭംഗിയായിട്ടുണ്ട്, അങ്ങനെ തന്നെയാ ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആൻ ശിഫാ ആണ്. അതാ നേരത്തെ നമ്മൾ പറഞ്ഞത്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് യഖ്സിമു, കിട്ടിയ ഫീസായി കിട്ടിയ, നിങ്ങൾക്ക് പ്രതിഫലമായി കിട്ടിയ ആടുകളുണ്ടല്ലോ, ആടുകളെ വീതിക്കൂ. വദരിബൂലി മഅകും സഹ്മ, നിങ്ങളത് പോയി മന്ത്രിക്കാൻ ആ ഫാത്തിഹ സൂറത്ത് പഠിപ്പിച്ചു തന്നത് ഞാനല്ലേ, എനിക്ക് ഒരു ഊഴം കരുതി വെക്കണമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനല്ലേ ഫാത്തിഹ പഠിപ്പിച്ചു തന്നത്, അതുകൊണ്ട് എനിക്കും വേണം ഒരു ഊഴം. ഇത് പറഞ്ഞു ഫളഹിക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് ചിരിക്കുകയാണ്. ഫളഹിക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മന്ത്രിച്ചതിന് പ്രതിഫലം വാങ്ങി സഹാബാ കിറാം റളിയല്ലാഹു അൻഹും ആ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അംഗീകരിക്കുകയും ചെയ്തു. കിട്ടുന്ന ഒരു ആകത്തുകയുണ്ട്. ഇസ്ലാമികാധ്യാപനങ്ങൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ജിബ്രീൽ അലൈഹിസ്സലാം, ആ ജിബ്രീൽ തന്നെ നബിയെ മന്ത്രിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം മന്ത്രിക്കുന്നു, മറ്റുള്ളവർക്ക് മന്ത്രിച്ചു കൊടുക്കുന്നു, സ്വഹാബത്തിനെ മന്ത്രം പഠിപ്പിക്കുന്നു, അവരോട് മന്ത്രിക്കാൻ കൽപ്പിക്കുന്നു, അവർ സ്വയം അവർക്കിടയിൽ മന്ത്രിക്കുന്നു, പരസ്പരം മന്ത്രിക്കുന്നു, പ്രതിഫലം വാങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിക്കുന്നു. ഒരു വിഹിതം എനിക്കും തരണേ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നർമ്മരൂപത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ഇനിയും ഇതിനെ വിമർശിക്കുന്നവരെ നമ്മൾ പേടിക്കണം. സൂര്യൻ ഉദിച്ചാലും നേരം പുലരാത്ത ടീമാണിവർ എന്ന് മാത്രമേ ഇവരെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. പക്ഷെ ഇവരോട് നമുക്ക് പറയാനുള്ളത്, ഇനി മന്ത്രം പാടില്ല, അനുവദനീയമായ രൂപത്തില് ശിർക്ക് കലരാത്ത മന്ത്രങ്ങള് സുന്നത്താണ്, അത് പാടുള്ള കാര്യമാണ്, അനുവദിക്കപ്പെട്ട കാര്യമാണെന്ന് നാം പറയുമ്പോ ഇതിനെ വിമർശിക്കാൻ ഇനി ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വിമർശിക്കാനുള്ള കാരണം ന്യായം ഒന്നു മാത്രമായിരിക്കും, നിങ്ങളുടെ ആചാര്യന്മാർ ഇത് പറഞ്ഞില്ല എന്നായിരിക്കാം. എന്നാൽ ഇബ്നു തൈമിയ്യ അടക്കമുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ആചാര്യൻ അവരടക്കം പറഞ്ഞത് നമുക്ക് കാണാം. പിഞ്ഞാണം എഴുതി കുടിക്കാം, മന്ത്രിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇനി പോവട്ടെ, നിങ്ങളുടെ മൗലവിമാർ പറയുന്നില്ല എന്നതാണോ വിഷയം? അതുകൊണ്ട് മാത്രം ഈ വിഷയത്തെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ കോഴി കൂവിയില്ലെങ്കിലും നേരം പുലരുമെന്ന കാര്യം ഉറപ്പാണ്. ഇത്രേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരോട് ഇതേക്കുറിച്ച് പ്രതികരിക്കാനുള്ളൂ. എന്നാൽ ഇതുവരെ ഇത് ശിർക്കാണ്, കുഫറാണ്, പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു വിഭാഗം തന്നെ ഇപ്പോൾ ഇതിന്റെ പേരില് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം രണ്ടായി പിളർന്നപ്പോൾ സക്കരിയ സലാഹിയെ പോലെയുള്ളവരൊക്കെ മന്ത്രിച്ചാൽ ഫലമുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ തന്നെ നൂല് കെട്ടുന്നതിനെ വിമർശിച്ചേക്കാം. ഇത്തരം കാര്യങ്ങളിലൊക്കെ അതിശക്തമായി വിമർശിച്ചു തന്നെ മുന്നോട്ട് പോയേക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. ഏതായാലും വളരെ വൈകി ഉദിക്കുന്ന വിവേകങ്ങള്, ആ വിവേകം പതുക്കെ പതുക്കെ അന്വേഷണവും പഠനവും തുടരുകയാണെങ്കിൽ പൂർണ്ണമായും തിരുത്തേണ്ടി വരും. ഈമാൻ ഉണ്ടെങ്കിൽ തിരുത്തേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്.
ഇനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുക, സർവ്വ ഹദീസ് ഗ്രന്ഥങ്ങളിലും ബാബുർ റുഖ എന്ന് പറഞ്ഞ് പ്രത്യേകം അധ്യായങ്ങൾ തന്നെ നൽകി നിരവധി ഹദീസുകൾ മന്ത്രിച്ചതിനും മന്ത്രിപ്പിച്ചതിനും അതിന് അംഗീകാരം നൽകിയതിനുമായി നിരവധി രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം ഒരാവർത്തി വായിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ സുല്ലമിയെ പോലുള്ള ആളുകൾ ഇത് പറയില്ലായിരുന്നു എന്ന് ഇത്തരം ആളുകൾ തന്നെ അവർക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തുമ്പോൾ നമ്മൾ കേൾക്കുന്നു. നമുക്കും പറയാനുള്ളത് അതാണ്, ഇവരും എത്തിയിട്ട് പൂർണ്ണമായി എത്തിയിട്ടില്ല. ഇപ്പോഴും പേടിയോടുകൂടെ തന്നെയാണ് ഇവർ കാണുന്നത് മന്ത്രത്തെ. അതുകൊണ്ട് ആ കാര്യം ഗൗരവത്തോടുകൂടെ തന്നെ മനസ്സിലാക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ പറയുന്നു. ഇനി എന്താണ് ഈ വിഷയത്തിൽ നമുക്ക് തർക്കത്തിലിരിക്കുന്നത്? ഒരു കാര്യവും നമുക്ക് ഈ വിഷയത്തിൽ തർക്കിക്കാനായിട്ടില്ല. എല്ലാ വിഷയങ്ങളും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മന്ത്രിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട യഅല ഇബ്നു മുർറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരു യാത്ര പോകുമ്പോ ഹത്താ ഇദാ കുന്നാ ഫീ ബഅദി ത്വരീഖി ബിബഅദി ത്വരീഖി, ഞങ്ങൾ ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ മറർനാ ബിംറഅത്തിൻ ജാലിസത്തിൻ മഅഹാ സുബിയുല്ലഹ, ഞങ്ങൾ ഒരു പെണ്ണിന്റെ അടുത്ത് കൂടെ പോയി. അവളുടെ അടുത്ത് അവളുടെ കുഞ്ഞിരിക്കുന്നുണ്ട്. ആ പെണ്ണ് വളരെ സങ്കടത്തോടുകൂടി അള്ളാഹുവിന്റെ ഹബീബിനോട് പറയാണ്, യാ റസൂലല്ലാഹ് ഇന്ന ബിനി ഹാദാ ബിഹി ബലാ, അള്ളാഹുവിന്റെ ഹബീബേ, എന്റെ ഈ കുഞ്ഞിന് ചില വിഷമങ്ങളൊക്കെ ഉണ്ട്, ചില പരീക്ഷണങ്ങൾ. ഇവനൊരു അപസ്മാര രോഗിയാണ്. വഅസാബനാ മിൻഹു ബലാഉൻ, അത് കാരണം നമുക്കതൊരു വലിയ പരീക്ഷണമായി മാറിയിട്ടുണ്ട്. ഈ കുഞ്ഞിന് അപസ്മാരം ഉണ്ടാകുന്നത് കാരണം യുഖദു ഫിൽ യൗമി, ഒരു ദിവസം ഈ കുഞ്ഞിന് അപസ്മാര രോഗമുണ്ടാകും. ലാ അദ്രി കമ്മറ, ഓരോ ദിവസവും ഇവൻ ബോധം കെട്ട് വീഴും, അപസ്മാരം ഉണ്ടാകും. പക്ഷേ ലാ അദ്രി കമ്മറ, എത്ര തവണയാണെന്ന് പറയാൻ പറ്റില്ല, അത്രയും അധികം ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ, അത് കേട്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സിളകിപ്പോയി. ഒരു ചെറിയ കുഞ്ഞിന് ദിവസവും എത്ര തവണയാണെന്നറിയില്ല, ധാരാളം പ്രാവശ്യം ഇങ്ങനെ അപസ്മാരം ഉണ്ടാകുക എന്ന് കേൾക്കുമ്പോ വല്ലാത്ത വിഷമം. നബിതങ്ങൾ പറഞ്ഞു, നാവിലീനി നാവിലീനി, ആ കുഞ്ഞിനെ എടുത്തിങ്ങോട്ട് കൊണ്ടാകും, ആ കുഞ്ഞിനെ എടുത്തിങ്ങത്താ. അപ്പോൾ ഞാൻ കുഞ്ഞിനെ എടുത്തു. ഫറഫഅതുഹു ഇലൈഹി, യഅല ഇബ്നു മുർറ പറയുകയാണ്, ആ പെണ്ണ് ആ കുഞ്ഞിനെ എടുത്തിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് പൊക്കി. ഫജഅല ബൈനഹു വബൈന വാസിതത്തിർ റിജ്ൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രണ്ട് കാലുകൾക്കിടയിൽ ആ കുഞ്ഞിനെ ആക്കിയിട്ട് ആ കുഞ്ഞിന്റെ വായി പിളർത്തി പിടിച്ചിട്ട് സുമ്മ നഫസ ഫീഹി സലാസ, 3 വട്ടം ഈ വായിലേക്ക് റസൂലുള്ളാഹി തങ്ങളുടെ നേരിയ രൂപത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ ഉമിനീര് കൂട്ടിക്കൊണ്ട് ആ വായിലേക്ക് ഇങ്ങനെ തുപ്പിക്കൊടുക്കുകയാണ്. ബിസ്മില്ലാ അനാ അബ്ദുല്ലാഹ് ഇഖ്ഫഅദുല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവായ പിശാചേ ഇറങ്ങിപ്പോയി ഇവിടുന്ന്, ഈ കുഞ്ഞിനെ ശല്യപ്പെടുത്തരുത്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാ, ഞാനാ പറയുന്നത് അള്ളാഹുവിന്റെ പേരിൽ ഞാൻ പറയുന്നു, ഇറങ്ങിപ്പോ. അള്ളാഹുവിന്റെ ശത്രുവായ പിശാചേ ഇറങ്ങിപ്പോ. വേറെ റിപ്പോർട്ടിൽ കാണാം, ഈ കുഞ്ഞിനെ ശല്യപ്പെടുത്താതെ ഇറങ്ങിപ്പോ എന്ന് കാണാം. സുമ്മനാവലഹായ്യാഹു, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിയെ അവൾക്ക് തന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇൽഖൈനാ ഫി റജഅ ഫീ ഹാദൽ മകാൻ, ഇതേ സ്ഥലത്ത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നീ നമ്മളെ കാണണമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറഞ്ഞു, ഫഅഖ്ബിരീനാ മാ ഫഅൽ, എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? കണ്ടാൽ പോരാ, എന്താണ് കുഞ്ഞിന്റെ വിവരം, എന്തൊക്കെയായി എന്ന് നാളെ തിരിച്ചു പോകുമ്പം വിവരം തരണം കേട്ടോ. ബഹുമാനപ്പെട്ട യഅല ഇബ്നു മുർറ പറയാണ്, ഫദഹബനാ സുമ്മ റജഅനാ, അങ്ങനെ ഞങ്ങൾ പോയി, ഞങ്ങൾ ആവശ്യമൊക്കെ കഴിഞ്ഞ് പിറ്റേന്നോ അതിന്റെ പിറ്റേന്നോ ഒക്കെ ആയി തിരിച്ചു വരുമ്പോ ഫവജദ്നാഹാ ഫീ ദാലിക്കൽ മകാൻ, അതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ ആ പെണ്ണിനെ കണ്ടു. മഅഹാ ശിയാഹും സലാസുൻ, 3 ആടുകളും ആ പെണ്ണിന്റെ കൂടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, മാ ഫഅല സുബിയ്യു, എന്താ നിന്റെ കുട്ടിയുടെ വിശേഷം, എന്തുണ്ട്, എന്താ ഈ കുട്ടിയുടെ വിശേഷം? പെണ്ണ് പറയുന്നു, വല്ലദീ ബഅസക ബിൽ ഹഖ്, നബിയെ തങ്ങളെ സത്യത്തോടുകൂടെ നിയോഗിച്ച റബ്ബാണ് സാക്ഷി, റബ്ബാണ് സാക്ഷി. മാ ഹസിസ്നാ മിൻഹു ബിശൈഇൻ, നിങ്ങൾ മന്ത്രിച്ചതിന്റെ ശേഷം ആ കുഞ്ഞിൽ നിന്ന് ഒരു തരത്തിലുള്ള വിഷമവും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഹത്താ ഹാദിഹി സഅ, ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഫജ്തരിർ ഹാദിഹിൽ ഗനമ, ഈ ആടുകളെ നബിയെ നിങ്ങൾ തൊളിച്ചുകൊണ്ടേക്കോളൂ, ഇത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട യഅല ഇബ്നു മുർറയോട് പറഞ്ഞു, ഇൻസിൽ ഫഖുദ് മിൻഹാ വാഹിദതൻ വറുദ്ദൽ ബഖിയ,
നീ അങ്ങോട്ട് പോയിട്ട് ആ ആടുകളുടെ കൂട്ടത്തിൽ ഒന്നിനങ്ങോട്ട് എടുത്തോ, ബാക്കിയുള്ളതൊക്കെ സഹോദരിക്ക് തന്നെ തിരിച്ചു കൊടുത്താണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുസന്നഫ് ഇബ്നു അബീ ശൈബ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നോക്ക് നിങ്ങൾ, ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മന്ത്രിച്ചിട്ടുണ്ട്, സുഖപ്പെടുത്തിയിട്ടുണ്ട്, പിശാചിനോട് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഏത് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, മന്ത്രിക്കുന്ന വചനങ്ങൾ തന്നെ എഴുതി ഉറുക്കാക്കി കെട്ടാൻ പറ്റുമോ? ഉറുക്കെഴുതാൻ പറ്റുമോ? ഏലസ എഴുതാൻ പറ്റുമോ? തീർച്ചയായും പ്രമാണങ്ങൾ, ഇസ്ലാമിക പ്രമാണങ്ങൾ സംസാരിക്കുന്നത് പറ്റുമെന്നാണ്. ഇസ്ലാമിക പ്രമാണങ്ങൾ വിട്ട് മറ്റെന്തൊക്കെയോ പ്രമാണങ്ങളാക്കി വെച്ചവരാരുണ്ടോ അവർക്കിത് പറ്റില്ല. ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നത് പറ്റുമെന്നാണ്. അംരി ബിൻ ശുഐബ് റളിയല്ലാഹു അൻഹു അൻ അബീഹി അൻ ജദ്ദിഹി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഫസിയ അഹദുക്കും ഫിൽ നൗം, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉറക്കത്തിൽ എന്തെങ്കിലും കണ്ട് പേടിച്ചാൽ, ഉറക്കത്തിൽ പേടിച്ച് നിലവിളിക്കുക, ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കാണുക, അങ്ങനെ പേടിച്ച് ഞെട്ടിയുണരുക, ഇത്തരം അനുഭവങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പരിഹാരം പറയുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫല്യഖുൽ, ഉടൻ തന്നെ അവൻ എഴുന്നേറ്റിട്ട് എന്തു പറയണം? അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ഗളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്തീൻ വഅൻ യഹ്ദുറൂനി എന്ന് പറയട്ടെ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ഗളബിഹി, അല്ലാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങളെ കൊണ്ട് ഞാൻ അഭയം തേടുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാക്കളെ കൊണ്ട് ഞാൻ അഭയം തേടുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്നും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. മിൻ ഗളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി, അല്ലാഹുവിന്റെ കോപത്തെ തൊട്ടും അല്ലാഹുവിന്റെ ശിക്ഷയെ തൊട്ടും അവന്റെ ഇബാദുകളുടെ ശല്യത്തെ തൊട്ടും, അവന്റെ അടിമകളിൽ ആരെങ്കിലുമൊക്കെ എന്നെ ശല്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശല്യങ്ങളെ തൊട്ടൊക്കെ, ഒമിൻ ഹമസാത്തി ശയാത്തീൻ, പിശാചിന്റെ ഉപദ്രവങ്ങളെ തൊട്ടും, വഅൻ യഹ്ദുറൂനി, ആ പിശാച് എനിക്ക് ഹാജരാകുന്നതിനെ തൊട്ടും, ആ പിശാച് എന്റെ കൂടെ കൂടുന്നതിനെ തൊട്ടും, പിശാച് ബാധയെ തൊട്ടും ഞാൻ അഭയം തേടുന്നു. ഫഇന്നഹാലം തദുറഹു, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിശാചൊരിക്കലും അവനെ ശല്യം ചെയ്യുകയില്ല എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വകാന അബ്ദുല്ലാഹി ഇബ്നു അംരി യുഅല്ലിമുഹാ മൻ ബലഗ മിൻ ബലദിഹി, തന്റെ മക്കളിൽ നിന്ന് പ്രായപൂർത്തിയെത്തിയവർക്ക് ഈ മന്ത്രം പഠിപ്പിച്ചു കൊടുക്കും. അതേസമയം പ്രായപൂർത്തി എത്താത്ത കുട്ടിക്ക് ഇത് ചെല്ലാൻ കഴിയൂലല്ലോ. അപ്പൊ അവർ ഉറക്കത്തിൽ പേടിച്ചു നിലവിളിക്കാതിരിക്കാൻ, കരയാതിരിക്കാൻ, വിളിച്ചു നിലവിളിക്കാതിരിക്കാനൊക്കെ ബഹുമാനപ്പെട്ടവർ ചെയ്തിരുന്നത്, വമല്ലം യബ്ലുഗു മിൻഹും, അവരിൽ നിന്ന് പ്രായപൂർത്തി എത്താത്ത കുട്ടികൾക്ക് കതബഹാ ഫീ സ്വക്കിൻ, ഈ ദിക്റുകൾ, ഈ മന്ത്രങ്ങൾ ഒരു കടലാസിൽ എഴുതും. ഈ എഴുതിയതിന്റെ ശേഷം സുമ്മ അല്ലഖഹാ ഫീ ഉനുഖിഹി, പിന്നീട് ആ കുഞ്ഞിന്റെ കഴുത്തിൽ അത് കെട്ടിത്തൂക്കി കൊടുത്തിരുന്നു, ഏലസാക്കി കെട്ടിക്കൊടുത്തിരുന്നു. സുമ്മ അല്ലഖഹാ ഫീ ഉനുഖിഹി, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. നോക്ക് നിങ്ങൾ, അപ്പോൾ ഉറുക്ക് കെട്ടാമെന്നതിന് ഇനി മറ്റെന്തെങ്കിലും തെളിവ് വേണോ? ഇതൊക്കെ ചെയ്ത സ്വഹാബാക്കിറാം റളിയല്ലാഹു അൻഹും ഇവരെ മുശ്രിക്കാക്കാൻ ഇവർ തയ്യാറുണ്ടോ? എന്നാ ഇവരൊക്കെ മുശ്രിക്കുകളാണെന്ന് പറയണം. ഉറുക്ക് കെട്ടൽ ശിർക്കാണെങ്കിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ മുശ്രിക്കാണെന്ന് പറയണം. തന്റെ കുഞ്ഞുങ്ങൾക്ക് ശിർക്കാകുന്ന ഏലസ് കെട്ടിക്കൊടുത്തു എന്ന് പറയേണ്ടി വരും. ഒരിക്കലുമില്ല. ശിർക്കായ രൂപത്തിൽ കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്നയാളല്ല ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. ഇനി പിഞ്ഞാണം എഴുതാൻ പാടുണ്ടോ? അതോടൊപ്പം തന്നെ വെള്ളത്തിൽ മന്ത്രിക്കാൻ പാടുണ്ടോ? അത് മറ്റൊന്നാണ്. വെള്ളത്തിൽ മന്ത്രിക്കാൻ പാടുണ്ടോ? സാധാരണ അതിനൊക്കെ പലപ്പോഴും ഈ നവീന ചിന്താഗതിക്കാർ പലപ്പോഴും പരിഹസിക്കാറുണ്ട്. ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ വന്നാൽ, ഉസ്താദെ കുഞ്ഞിന് സുഖമല്ല, അല്ലെങ്കിൽ ഉമ്മാക്ക് സുഖമല്ല, ഒരു ഗ്ലാസ് വെള്ളം മന്ത്രിക്കണം. ഈ വെള്ളത്തിൽ മന്ത്രിക്കുന്നതിന് വല്ല അടിസ്ഥാനമുണ്ടോ? ബഹുമാനപ്പെട്ട ആയിഷ ബീവി, കാനത്ത് ആയിഷത്തു തഖറഉ ബിൽ മുഅവ്വിദതൈനി ഫീ ഇനാഇൻ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഒക്കെ ഒരു പാത്രത്തിൽ ഓതി മന്ത്രിക്കും. പാത്രത്തിലേക്ക് ഓതും. സുമ്മ തഅ്മുറു അൻ യുസബ്ബ അലൽ മരീദ്, എന്നിട്ട് രോഗിയുടെ മേൽ അത് ചൊരിക്കാൻ വേണ്ടി, അതുകൊണ്ട് മുഖം കഴുകാൻ, അതുകൊണ്ട് കൈ കഴുകാൻ, അതുകൊണ്ട് ശരീരത്തിന്റെ ഭാഗങ്ങൾ കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ആ വെള്ളം ശരീരത്തിലൂടെ ചൊരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ആയിഷ ബീവി കൽപ്പിക്കാറുണ്ടായിരുന്നു. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാം.
പിഞ്ഞാണം എഴുതാൻ പറ്റുമോ? പിഞ്ഞാണത്തിൽ വിശുദ്ധ ഖുർആൻ എഴുതിയിട്ട് അത് മായ്ച്ചു കുടിക്കുക, ഷിഫാഇന്റെ ആയത്തുകൾ എഴുതിയിട്ട് മായ്ച്ചു കുടിക്കുക പറ്റുമോ? ഇത് പറ്റുമെന്ന് ഇബ്നു തൈമിയ്യ തന്റെ ഫതാവയിൽ തന്നെ പറഞ്ഞതാണ്. ഇവരുടെ ആചാര്യനായി വിശേഷിപ്പിക്കപ്പെടുന്ന ഇബ്നു തൈമിയ്യ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരോട് മറുപടി പറയാൻ വേറെ പ്രമാണങ്ങളൊന്നും വേണ്ട. ഏതാവട്ടെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനും ഹദീസുമാണല്ലോ പ്രമാണം. അൻ നബി ജഅഫർ മുഹമ്മദ് ബിൻ അലിയിൻ, ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ വജദ ഫീ ഖൽബിഹി ഖസ്വതൻ, ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഹൃദയ കാഠിന്യം ആർക്കെങ്കിലും അനുഭവപ്പെട്ടാൽ, ഫലക്തുബ് യാസീൻ വൽ ഖുർആൻ, യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്ന സൂറ എഴുതട്ടെ ഫീ ജാമിൻ, ഒരു പ്ലേറ്റിൽ, ബി സഅഫറാനിൻ, കുങ്കുമം കൊണ്ട് എഴുതിയിട്ട്, സുമ്മ യശ്റബുഹു, എന്നിട്ട് അത് കുടിക്കട്ടെ, അവൻ രോഗം സുഖപ്പെടുമെന്ന് മുസ്തദ്റക്കിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തെന്ന് നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു തന്റെ തബഖാത്തിൽ പറയുന്നത് കാണാം, വറഅയ്തു കസീറൻ മിനൽ മശായിഖ് യക്തുബൂന ഹാദിഹിൽ ആയാതി ലിൽ മരീദ്, എത്രയോ മശായിഖുമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ധാരാളം മശായിഖുമാരെ, ഗുരുവര്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവര് ഈ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ഷിഫാഇന്റെ 6 ആയത്തുകള് അത് രോഗിക്ക് വേണ്ടി പിഞ്ഞാണത്തിൽ എഴുതുകയും വയുസ്ഖാഹ, അത് കുടിപ്പിക്കുകയും ചെയ്യും. ഫില്ലിനായി, പിഞ്ഞാണത്തിൽ എഴുതിയിട്ടത് കുടിപ്പിക്കുമായിരുന്നു രോഗികൾക്ക്. എന്തിന്? രോഗിക്ക് ത്വലബൽ ലിൽ ആഫിയ, ശമനം പ്രതീക്ഷിച്ചുകൊണ്ട്, ശമനം തേടിക്കൊണ്ട്, അതുകൊണ്ട് രോഗം സുഖപ്പെടാൻ. വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞ മല്ലം യസ്തശ്ഫിൽ ഖുർആൻ ഫലാ ശഫാഹുല്ലാ എന്ന വാക്ക് യശ്മലുൽ ഇസ്തിശ്ഫാഅ ലിൽ മർദിൽ ജിസ്മാനി വറൂഹാനി, ആ ശാരീരികവും മാനസികവുമായ ആത്മീയവുമായ രോഗങ്ങൾ രണ്ടും സുഖപ്പെടും എന്ന് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഖുർആൻ കൊണ്ട് ഈ 2 ശിഫാ നടത്താത്തവൻ എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇനി കെട്ടുകളിൽ ഊതാൻ പറ്റുമോ? മിൻ ശർരിൻ നഫാസാത്തി ഫിൽ ഉഖദി, കെട്ടുകളിൽ ഊതുന്നവരുടെ ഷെറിനെ തൊട്ട് എന്നല്ലേ പറഞ്ഞത്, കെട്ടുകളിൽ ഊതാൻ പറ്റില്ലല്ലോ എന്ന്. അതേ സംബന്ധിച്ച് പറയുമ്പോൾ എപ്പോഴാണ് മിൻ ശർരിൻ നഫാസാത്തി ഫിൽ ഉഖദി, കെട്ടുകളിൽ ഊതുന്നവരുടെ ഷെറിനെ തൊട്ട് അഭയം തേടുന്നു എന്ന് പറഞ്ഞത് എപ്പോഴാണ്? ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇന്നൻ നഫസ ഫിൽ ഉഖദി ഇന്നമാ യകൂനു മദ്മൂമ, നൂലുകളിൽ കെട്ടുകളിൽ ഊതുന്നത് ഇന്നമായ യകൂനു മദ്മൂമ, അത് മോശമാകുന്നത്, അത് ആക്ഷേപാർഹമാകുന്നത്, ഇദാ കാന സിഹ്റൻ മുദിറൻ ബിൽ അർവാഹി വൽ അബ്ദാൻ, ആത്മാക്കൾക്കും ശരീരത്തിനും അപകടം വരുത്തുന്ന, ശല്യം ചെയ്യുന്ന സിഹ്റാകുമ്പോഴാണ്, ശിർക്ക് കലർന്ന മന്ത്രങ്ങളും മാരണവും ഒക്കെ ആകുമ്പോഴാണ്, സിഹ്റിന്റെ ഭാഗമാകുമ്പോഴാണ്. ഫഅമ്മാ ഇദാ കാന നഫസു, ഫഅമ്മാ ഇദാ കാന നഫസു, അതേസമയം ഫഅമ്മാ ഇദാ കാന നഫസു, ഊത്ത് ആണെങ്കിൽ, ബി ഇസ്ലാഹിൽ അർവാഹി വൽ അബ്ദാൻ, ശരീരവും ആത്മാവുമെല്ലാം നന്നാക്കിയെടുക്കാൻ വേണ്ടിയാണെങ്കിൽ, വജബ അല്ലാ യകൂന ഹറാമ, അത് ഹറാം ആവാതിരിക്കൽ നിർബന്ധമാണ്. അതൊരിക്കലും ഹറാം ആവാൻ പാടില്ല, ഹറാം ആവാനേ പാടില്ല. ഇമാം ഖുർത്തുബിയും ഇതേ ആശയം തന്നെ പഠിപ്പിക്കുന്നത് കാണാം. ഇമാം ഖുർത്തുബിയും ഇതേ ആശയം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ഇതേ ആശയം മഹാനായ ഇമാം ഖുർത്തുബിയും പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ സാധാരണ ഇവിടെ ചോദിക്കാറുണ്ട്, സാധാരണ എല്ലാ കവലകളിലും പ്രസംഗിക്കുന്നതാണ് വമിൻ ശർരിൻ നഫാസാത്തി ഫിൽ ഉഖദി, കെട്ടുകളിൽ ഊതുന്നവരുടെ ഷെറിനെ തൊട്ട് ഞാൻ അഭയം തേടുന്നു അല്ലാഹുവിനോട് എന്ന് പറഞ്ഞാൽ തങ്ങന്മാരുടെയും ബീവിമാരുടെയും ഒക്കെ നൂല് കൊടുക്കലും മന്ത്രങ്ങളും ഇതിനെയൊക്കെ വിമർശിച്ചാണ് ഖുർആൻ ഈ പറഞ്ഞത് എന്ന് പറഞ്ഞ് പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്. ശിർക്ക് കലരാത്ത മന്ത്രമാകുമ്പോൾ കുഴപ്പമില്ല, ശിർക്ക് കലർന്ന മന്ത്രങ്ങളെ കുറിച്ചാണ് ആ പറഞ്ഞതെന്ന് പറയുമ്പോൾ അവര് പലപ്പോഴും പറയാറുള്ള മറുപടി എന്താണെന്നറിയോ? ഖുർആൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അത് നിങ്ങളുടെ വകയല്ലേ. മിൻ ശർരിൻ നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ. എന്നാ നമുക്ക് പറയാനുള്ളത്, ഖുർആൻ പറഞ്ഞത് കൃത്യമായി പറയുകയാണെങ്കിൽ തങ്ങന്മാർക്ക് നൂല് കൊടുക്കാതെ വരും. കാരണം മിൻ ശർരിൻ നഫാസാത്തി, ഊതുന്ന പെണ്ണുങ്ങളുടെ ഉപദ്രവത്തെ തൊട്ട്, ഫിൽ ഉഖദി, കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങളുടെ ഉപദ്രവത്തെ തൊട്ട് അല്ല. ആ പണിയെടുക്കുന്ന ആണുങ്ങളും പെടും, അത് നിങ്ങൾ കൂട്ടിക്കൊടുത്തതല്ലേ. ഇതിന്റെ സന്ദർഭവും അവതരണ പശ്ചാത്തലവും കൂടെ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹ്ർ ബാധിച്ചതിനെ തുടർന്നായിരുന്നു ഇതിന്റെ അവതരണ പശ്ചാത്തലം. അത് ബാത്തിലാക്കാൻ വേണ്ടി അള്ളാഹു പഠിപ്പിച്ച മന്ത്രമാണ്. കണ്ടോ, സിഹ്ർ ബാധിച്ച ആളുടെ സിഹ്ർ ബാത്തിലാക്കാനുള്ള മന്ത്രം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, മിൻ ശർരി മാ ഖലഖ്, വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദി, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മലിക്കിൻ നാസ്, ഇലാഹിൻ നാസ്, മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. കണ്ടോ നിങ്ങൾ, ഇങ്ങനെയാണ് സംഗതി.
വിഷയത്തിന്റെ യാഥാർത്ഥ്യം നിൽക്കുന്നത് ഇവിടെയാണ്. വിഷയത്തിന്റെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക, ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബും സഹാബാ കിറാമും റളിയല്ലാഹു അൻഹും ഇവരൊക്കെ ചെയ്ത പണി തന്നെയാണ് യഥാർത്ഥത്തിൽ ആത്മീയ ചികിത്സാ മുറകൾ പാലിക്കുന്നവർ ഇന്നും തുടർന്നു വരുന്നത് അതാണ്, അല്ലാതെ മറ്റൊന്നും അവർ കടത്തിയിട്ടില്ല. അതേസമയം ഇതിലൊക്കെ ഒറിജിനലിന്റെ കൂടെ തന്നെ വ്യാജവുമുണ്ട്. അത് മറ്റൊരു വിഷയം. അസ്മാഇന്റെ പേരും പറഞ്ഞിരുന്ന് സിഹർ ചെയ്യുന്നവരുണ്ടായേക്കാം, അത് മറ്റൊരു വിഷയം. നമ്മളിവിടെ പറയുന്നത് അനുവദിക്കപ്പെട്ട ഇസ്ലാമിന്റെ അംഗീകാരമുള്ള മന്ത്രങ്ങളെയും പിഞ്ഞാണെഴുത്തിനെയും ഏലസിനെയും ഉറുക്കിനെയും വിമർശിക്കാൻ യാതൊരു നിർവാഹവും നിങ്ങൾക്കില്ല. ഇത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത്. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഇവിടെ ഇതൊക്കെ പറയുമ്പോഴും ഒരു വിഷയം ചോദ്യമായിട്ട് വരുന്നു. അല്ല, ധാരാളം വിഷയങ്ങൾ ഇവിടെ പറയാനുണ്ടല്ലോ വേറെയും. അതെന്താ ധാരാളം വിഷയങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ, സാധാരണ കേൾക്കുന്ന ഒരുപാട് ഹദീസുകൾ ഉണ്ടല്ലോ, മന്ത്രിക്കാൻ പാടില്ല. എന്നാൽ ഞാൻ പറയുന്നു, പുത്തൻ പ്രസ്ഥാനക്കാർ ഓതുന്ന ഹദീസുകളൊക്കെ ചില ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്തും ചില ഹദീസുകളുടെ തുണ്ടം അടർത്തിയെടുത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച ഈ മന്ത്രത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഇവർ സമയം ചെലവഴിക്കുകയാണ്, ഇവർ അവസരം കണ്ടെത്തുകയാണ്. നിജസ്ഥിതി മനസ്സിലാക്കണം നമ്മൾ. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന റുഖാ വത്തമാഇമ വത്തിവലത ശിർകുൻ. ഓക്കേ, മന്ത്രം, ഏലസ്, സിഹിർ, ഇത്തരം കാര്യങ്ങളൊക്കെ ഷിർക്കുൻ, ഇതൊക്കെ ഷിർക്കാണ്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇതാണ് കാര്യമായിട്ട് പറയാറുള്ളത്. എന്നിട്ട് മന്ത്രങ്ങൾ മുഴുവനും ഷിർക്കാണ് എന്ന് പറയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി 70000 ബിഗൈരി ഹിസാബ്. എന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകും 70,000 ആളുകൾ എന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ കടക്കും. ബിഗൈരി ഹിസാബ്, ഹിസാബ് കൂടാതെ, വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കും. ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവർ മന്ത്രിപ്പിക്കാത്തവരാണ്, മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. വലാ യതതയ്യറൂൻ, മാത്രമല്ല അവർ പക്ഷിലക്ഷണം നോക്കാത്തവരാണ്, ദുശകുനം നോക്കാത്തവരാണ് എന്ന് പറഞ്ഞിട്ട് വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിൽ എല്ലാ നിലക്കും ഭരമേൽപ്പിക്കുന്നവരാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. നേരത്തെ പറഞ്ഞ അബൂദാവൂദ് റിപ്പോർട്ട്. ഇതൊക്കെ വിമർശകർ പലപ്പോഴും ഉന്നയിക്കുന്ന ഹദീസുകളാണ്. ഈ ഹദീസുകളുടെ നിജസ്ഥിതി എന്ന് പഠിക്കണം. ഈ പറഞ്ഞതെല്ലാം ജാഹിലിയ്യ കാലത്തെ ശിർക്ക് കലർന്ന മന്ത്രങ്ങളെ പറ്റിയാണ് ഈ പറഞ്ഞതൊക്കെ. ജാഹിലിയ്യ കാലത്തെ ശിർക്ക് കലർന്ന മന്ത്രങ്ങളെ കുറിച്ചാണ്. എന്തുകൊണ്ട്? മറ്റൊരു ഹദീസ് വായിക്കുക. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിർ റുഖാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രത്തെ തൊട്ട് വിരോധിച്ചിട്ടുണ്ട്. ഫജാഅ ആലു അംർ ഇബ്നു ഹസ്ം, അപ്പോഴാണ് അംർ ഇബ്നു ഹസ്ം, ഒരു പരമ്പരാഗതമായി മന്ത്രിക്കുന്ന കുടുംബം. അംർ ഇബ്നു ഹസ്ബിന്റെ കുടുംബം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നഹു കാനത ഇൻദനാ റുഖിയ, ഞങ്ങളുടെ അടുത്തൊരു മന്ത്രമുണ്ട്. നർഖി ബിഹാനിൽ അഖ്റബി, തേളുകുത്തുകയോ അല്ലെങ്കിൽ അത്തരം വിഷജന്തുക്കളൊക്കെ എന്തെങ്കിലും ഏറ്റാൽ ഞങ്ങൾ മന്ത്രിക്കുന്ന ഒരു മന്ത്രമുണ്ട്. വൈന്നക നഹൈതാനി റുഖ, നിങ്ങളാണെങ്കിലോ മന്ത്രത്തെ വിരോധിച്ചിരിക്കുകയുമാണല്ലോ നബിയെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾ മന്ത്രിക്കുന്ന മന്ത്രം അതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഖാല യർദുഹാ അലയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ആ മന്ത്രം എനിക്കൊന്ന് സമർപ്പിക്കൂ, നിങ്ങൾ ആ മന്ത്രം ഒന്ന് പറഞ്ഞു തരൂ എന്നോട്, ആ മന്ത്രിക്കുന്ന വചനങ്ങളൊന്ന് ചൊല്ലിത്തരൂ. അപ്പോൾ അവർ ആ മന്ത്രത്തിന്റെ വചനങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന് ചൊല്ലിക്കൊടുത്തപ്പോൾ, അത് സമർപ്പിച്ചപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ റാ ബഅസ, ഇതിന് ഞാനൊരു കുഴപ്പവും കാണുന്നില്ല, ഇതിൽ ഞാനൊരു കുഴപ്പവും ഒരു പന്തികേടും കാണുന്നില്ല. മനിസ്തതാഅ മിൻകും അൻ യൻഫഅ അഹാഹു ഫൽയഫ്അൽ, ഇത്തരം മന്ത്രങ്ങൾ മന്ത്രിച്ച് ആരെങ്കിലും തന്റെ സഹോദരന് വല്ല ഉപകാരവും ചെയ്യാൻ കഴിയുമെങ്കിൽ ഫൽയഫ്അൽ, വേഗം അത് ചെയ്തു കൊള്ളട്ടെ. ഊതുന്ന പെണ്ണുങ്ങളുടെ ഉപദ്രവത്തെ തൊട്ട് ഫിലുക്കതി, കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങളുടെ ഉപദ്രവത്തെ തൊട്ട് അല്ല, ആ പണിയെടുക്കുന്ന ആണുങ്ങളും പെടും. അത് നിങ്ങൾ കൂട്ടിക്കൊടുത്തതല്ലേ? ഇതിന്റെ സന്ദർഭവും അവതരണ പശ്ചാത്തലവും കൂടെ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹ്ർ ബാധിച്ചതിനെ തുടർന്നായിരുന്നു ഇതിന്റെ അവതരണ പശ്ചാത്തലം. അത് ബാത്തിലാക്കാൻ വേണ്ടി അള്ളാഹു പഠിപ്പിച്ച മന്ത്രമാണ്. കണ്ടോ,
സിഹിർ ബാധിച്ച ആളുടെ സിഹിർ ബാത്തിലാക്കാനുള്ള മന്ത്രം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. കണ്ടോ നിങ്ങൾ, ഇങ്ങനെയാണ് സംഗതി. വിഷയത്തിന്റെ യാഥാർത്ഥ്യം നിൽക്കുന്നത് ഇവിടെയാണ്. വിഷയത്തിന്റെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക, ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബും സഹാബാ കിറാമും റളിയല്ലാഹു അൻഹും ഇവരൊക്കെ ചെയ്ത പണി തന്നെയാണ് യഥാർത്ഥത്തിൽ ആത്മീയ ചികിത്സാ മുറകൾ പാലിക്കുന്നവർ ഇന്നും തുടർന്നു വരുന്നതാണ്, അല്ലാതെ മറ്റൊന്നും അവർ കടത്തിയിട്ടില്ല. അതേസമയം ഇതിലൊക്കെ ഒറിജിനലിന്റെ കൂടെ തന്നെ വ്യാജവുമുണ്ട്. അത് മറ്റൊരു വിഷയം. അസ്മാഇന്റെ പേരും പറഞ്ഞിരുന്ന് സിഹിർ ചെയ്യുന്നവരുണ്ടായേക്കാം, അത് മറ്റൊരു വിഷയം. നമ്മളിവിടെ പറയുന്നത് അനുവദിക്കപ്പെട്ട ഇസ്ലാമിന്റെ അംഗീകാരമുള്ള മന്ത്രങ്ങളെയും പിഞ്ഞാണെഴുത്തിനെയും ഏലത്തിനെയും ഉറുക്കിനെയും വിമർശിക്കാൻ യാതൊരു നിർവാഹവും നിങ്ങൾക്കില്ല. ഇത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത്. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഇവിടെ ഇതൊക്കെ പറയുമ്പോൾ ഒരു വിഷയം ചോദ്യമായിട്ട് വരുന്നു. അല്ല, ധാരാളം വിഷയങ്ങൾ ഇവിടെ പറയാനുണ്ടല്ലോ വേറെയും. അതെന്താ ധാരാളം വിഷയങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ, സാധാരണ കേൾക്കുന്ന ഒരുപാട് ഹദീസുകൾ ഉണ്ടല്ലോ, മന്ത്രിക്കാൻ പാടില്ല. എന്നാൽ ഞാൻ പറയുന്നു, പുത്തൻ പ്രസ്ഥാനക്കാർ ഓതുന്ന ഹദീസുകളൊക്കെ ചില ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്തും ചില ഹദീസുകളുടെ തുണ്ടം അടർത്തിയെടുത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച ഈ മന്ത്രത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഇവർ സമയം ചെലവഴിക്കുകയാണ്, ഇവർ അവസരം കണ്ടെത്തുകയാണ്. നിജസ്ഥിതി മനസ്സിലാക്കണം നമ്മൾ. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന റുഖാ വത്തമാഇമ വത്തിബലത ശിർക്. ഓക്കെ, മന്ത്രം, ഏലത്ത്, സിഹിർ, ഇത്തരം കാര്യങ്ങളൊക്കെ ശിർക്കുൻ, ഇതൊക്കെ ശിർക്കാണ്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇതാണ് കാര്യമായിട്ട് പറയാറുള്ളത്. എന്നിട്ട് മന്ത്രങ്ങൾ മുഴുവനും ശിർക്കാണ് എന്ന് പറയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി 70000 ബിഗൈരി ഹിസാബ്. എന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകും 70,000 ആളുകൾ എന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ കടക്കും. ഗൈരി ഹിസാബ്, ഹിസാബ് കൂടാതെ, വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കും. ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവർ മന്ത്രിപ്പിക്കാത്തവരാണ്, മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. വലാ യതതയ്യറൂൻ, മാത്രമല്ല അവർ പക്ഷിലക്ഷണം നോക്കാത്തവരാണ്, ദുഷ്ടഗുണം നോക്കാത്തവരാണ് എന്ന് പറഞ്ഞിട്ട് വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിൽ എല്ലാ നിലക്കും ഭരമേൽപ്പിക്കുന്നവരാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. നേരത്തെ പറഞ്ഞ അബൂദാവൂദ് റിപ്പോർട്ട്. ഇതൊക്കെ വിമർശകർ പലപ്പോഴും ഉന്നയിക്കുന്ന ഹദീസുകളാണ്. ഈ ഹദീസുകളുടെ നിജസ്ഥിതി എന്ന് പഠിക്കണം. ഈ പറഞ്ഞതെല്ലാം ജാഹിലിയ്യ കാലത്തെ ശിർക്ക് കലർന്ന മന്ത്രങ്ങളെ പറ്റിയാണ് ഈ പറഞ്ഞതൊക്കെ. ജാഹിലിയ്യ കാലത്തെ ശിർക്ക് കലർന്ന മന്ത്രങ്ങളെ കുറിച്ചാണ്. എന്തുകൊണ്ട്? മറ്റൊരു ഹദീസ് വായിക്കുക. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിർ റുഖാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രത്തെ തൊട്ട് വിരോധിച്ചിട്ടുണ്ട്. ഫജാഅ ആലു അംരി ബിൻ ഹസ്മ, അപ്പോഴാണ് അംറു ബിൻ ഹസ്മ, ഒരു പരമ്പരാഗതമായി മന്ത്രിക്കുന്ന കുടുംബം. അംറു ബിൻ ഹസ്ബിന്റെ കുടുംബം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നഹു കാനത ഇൻദനാ റുഖിയ, ഞങ്ങളുടെ അടുത്തൊരു മന്ത്രമുണ്ട്. നർഖി ബിഹാനിൽ അഖ്റബി, തേളുകുത്തുകയോ അല്ലെങ്കിൽ അത്തരം വിഷജന്തുക്കളൊക്കെ എന്തെങ്കിലും ഏറ്റാൽ ഞങ്ങൾ മന്ത്രിക്കുന്ന ഒരു മന്ത്രമുണ്ട്. വൈന്നക നഹൈതാനി റുഖ, നിങ്ങളാണെങ്കിലോ മന്ത്രത്തെ വിരോധിച്ചിരിക്കുകയുമാണല്ലോ നബിയെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾ മന്ത്രിക്കുന്ന മന്ത്രം അതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഖാല യരുദുഹാ അലയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ആ മന്ത്രം എനിക്കൊന്ന് സമർപ്പിക്കൂ, നിങ്ങൾ ആ മന്ത്രം ഒന്ന് പറഞ്ഞു തരൂ എന്നോട്.
ആ മന്ത്രിക്കുന്ന വചനങ്ങളൊന്ന് ചൊല്ലിത്തൊരു ഫഅറദൂഹാലി. അപ്പോൾ അവർ ആ മന്ത്രത്തിന്റെ വചനങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന് ചൊല്ലിക്കൊടുത്തപ്പോൾ, അത് സമർപ്പിച്ചപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ റാ ബഅസ, ഇതിന് ഞാനൊരു കുഴപ്പവും കാണുന്നില്ല, ഇതിൽ ഞാനൊരു കുഴപ്പവും ഒരു പന്തികേടും കാണുന്നില്ല. മനിസ്തതാഅ മിൻകും അൻ യൻഫഅ അഹാഹു ഫൽയഫ്അൽ. ഇത്തരം മന്ത്രങ്ങൾ മന്ത്രിച്ച് ആരെങ്കിലും തന്റെ സഹോദരന് വല്ല ഉപകാരവും ചെയ്യാൻ കഴിയുമെങ്കിൽ ഫൽയഫ്അൽ, വേഗം അത് ചെയ്തു കൊള്ളട്ടെ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച മന്ത്രം ഏതാണ്? ശിർക്ക് കലർന്ന മന്ത്രങ്ങളാണ്. എന്തുകൊണ്ട്? ജാഹിലിയ മന്ത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, ഔഫ് ഇബ്നു മാലിക്കുൽ അസ്ജഈ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ്, കുന്നാ നർഖി ഫിൽ ജാഹിലിയ. അപ്പൊ മന്ത്രം മൊത്തത്തിൽ തെറ്റല്ല, അതുകൊണ്ടാണ് റസൂലുള്ളാഹി നിങ്ങളെ മന്ത്രം ഒന്ന് കേൾക്കട്ടെ എന്നിട്ട് ഞാൻ തീരുമാനം പറയാന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട അംർ ഇബ്നു മാലിക്കുൽ അസ്ജഈ വന്നിട്ട് പറഞ്ഞു, കുന്നാ നർഖി ഫിൽ ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയ കാലത്ത് തന്നെ മന്ത്രിക്കാറുണ്ട്. ജാഹിലിയ കാലത്ത് തന്നെ മന്ത്രിക്കാറുണ്ടെന്ന് പറയുമ്പോൾ അത് ഖുർആനാവില്ല, അത് ഹദീസാവില്ല. അതേസമയം മറ്റേതോ മന്ത്രങ്ങളാവാം, നല്ല വചനങ്ങൾ കൊണ്ടുള്ള മന്ത്രങ്ങളാവാം. ഫഖുൽനാ യാ റസൂലല്ലാഹ് കൈഫ തറാ ഫീ ദാലിക, ഞങ്ങൾ ചോദിച്ചു ആ മന്ത്രത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞങ്ങൾ ജാഹിലിയ കാലത്ത് മന്ത്രിച്ചിരുന്ന മന്ത്രം. ഖാല, നബി പറഞ്ഞു, യരിദു അലയ്യ റുഖാഖു, നിങ്ങളുടെ മന്ത്രം എന്താണെന്ന് അറിയാതെ അതിന് ആൻസർ പറയാൻ കഴിയില്ലല്ലോ, അതിന് ഉത്തരം പറയണമെങ്കിൽ നിങ്ങളുടെ മന്ത്രം എനിക്കൊന്ന് പറഞ്ഞു തരൂ, ചൊല്ലിത്തരൂ. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബഅസ ബിർറുഖാ മാ ലം യകുൻ ഫീഹി ശിർകുൻ. ഇല്ല, ശിർക്കില്ലാത്ത കാലത്തോളം മന്ത്രത്തിൽ ഒരു വിരോധവുമില്ല, മന്ത്രത്തിന് ഒരു കുഴപ്പവുമില്ലെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ശിർക്ക് കലരുന്നതാണ് പ്രശ്നം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. മാ ലം യകുൻ ഫീഹി ശിർകുൻ, ശിർക്ക് കലരാത്ത കാലത്തോളം ഒരു കുഴപ്പവും മന്ത്രത്തിനില്ല. ഇതുകൊണ്ടാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് നമുക്ക് കാണാം, വഖദ് അജ്മഅൽ ഉലമാഉ അലാ ജവാസി റുഖിയ്യതി, മന്ത്രം ജായിസാണെന്നതിന്റെ മേലില് എല്ലാ പണ്ഡിതന്മാരും ഒത്തുസമ്മതിച്ചിരിക്കുന്നു. അലജ്തിമായി സലാസത്തി ശുറൂത്തിൻ, 3 ഡിമാൻഡുകൾ വെക്കുമ്പോൾ മന്ത്രം ജായിസാണ്. ഒന്ന്, അയ്യകൂന ബി കലാമില്ലാഹി ഔ ബി അസ്മാഇഹി വ സിഫാത്തിഹി വ ബിൽ ലിസാനിൽ അറബിയ്യി ഔ ബിമാ യുറഫു മഅനാഹു മിൻ ഗൈരിഹി. ഒന്നിരിക്കൽ അല്ലാഹുവിന്റെ കലാം കൊണ്ടായിരിക്കണം, വിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഇസ്മുകളെ കൊണ്ടായിരിക്കണം, അല്ലാഹുവിന്റെ സിഫാത്തുകളെ കൊണ്ടായിരിക്കണം, അറബി ഭാഷയിലുള്ള മന്ത്രമായിരിക്കണം. ഔ ബിമാ യുറഫു മഅനാഹു മിൻ ഗൈരിഹി, അറബി അല്ലാത്ത അനറബി മന്ത്രവചനങ്ങളുടെ അർത്ഥങ്ങൾ അറിയുന്നതായിരിക്കണം, അർത്ഥമറിയുന്ന അനറബി ഭാഷയിലുള്ള മന്ത്രങ്ങളുമാവാം. ഇനി മൂന്നാമത്തേത്, 3 ഷർത്തുകൾ വെക്കണമെന്ന് പറഞ്ഞു. മൂന്നാമതായി പറയുന്നത്, മന്ത്രം അത് സ്വയം യാതൊരു ഫലവും ചെയ്യില്ല. സ്വന്തമായി മന്ത്രത്തിന് രോഗം സുഖപ്പെടുത്താൻ കഴിയില്ല, എന്റെ ഭ്രാന്ത് സുഖപ്പെടുത്താൻ കഴിയില്ല, ശാരീരിക രോഗം സുഖപ്പെടുത്താൻ കഴിയില്ല. ബൽബിദാത്തില്ല, അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് അത് സുഖപ്പെടുന്നത് എന്ന് വിശ്വസിക്കുകയും വേണം. മന്ത്രിക്കുമ്പോഴും ഷാഫി പടച്ച റബ്ബാണ്, ശിഫ നൽകുന്നത് പടച്ച റബ്ബാണ് എന്ന് വിശ്വസിക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഫത്ഹുൽ ബാരിയിൽ കൊടുത്ത വ്യാഖ്യാനം നമുക്ക് കാണാം. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഇന്ന തൂഖാവത്തമാഇമ വത്തിവലത ശിർക്ക് എന്ന് പറഞ്ഞ ഏലസും മൈക്കല്ലും മന്ത്രങ്ങളും ഒക്കെ ശിർക്കാണ് എന്ന് പറഞ്ഞത് അത് ജാഹിലിയ കാലത്തുള്ള മന്ത്രങ്ങളാണെന്ന് വെക്കണം, ശിർക്ക് കലർന്ന മന്ത്രങ്ങളാണെന്ന് വെക്കണം. ശിർക്ക് ഇല്ലെങ്കിൽ അതിന് കുഴപ്പമില്ല. മലാ ബഅസ ബിർറുഖാ മാ ലം യകുൻ ഫീഹി ശിർകുൻ എന്നല്ലേ പറഞ്ഞത്. ഇത് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശറഹ് മുസ്ലിമിലും ഇതേ ആശയം തന്നെ പറഞ്ഞത് കാണാം. അതുകൊണ്ട് മന്ത്രിക്കാത്തവരാണ് സ്വർഗത്തിൽ കടക്കുക എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം ഈ ശിർക്ക് കലർന്ന മന്ത്രങ്ങൾ മന്ത്രിക്കാത്തവരെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതേസമയം നല്ല മന്ത്രങ്ങളാവാം, അതിനൊരു കുഴപ്പവുമില്ല എന്ന കാര്യം ഉറപ്പാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവും കൂടെ ഇവിടെയുണ്ട്. അതും കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഇത് ഖദറിനെ മറികടക്കലല്ലേ? ഖദറിനെ മറികടക്കാൻ ഇതിനൊക്കെ ആകുമോ എന്ന് ചോദിച്ചാൽ ഈ ഒരു ചോദ്യം എല്ലായിടത്തും വന്നേക്കാവുന്നതാണ്. മരുന്ന് കഴിക്കുന്നിടത്ത് വരും, ഡോക്ടറുടെ അടുത്ത് പോകുന്നിടത്ത് വരും, ഇവിടെയൊക്കെ വരാവുന്ന വിഷയമാണ്. ഓപ്പറേഷൻ ഒരുങ്ങുന്നെങ്കിൽ അവിടെ വരും. എന്തിനാണ് തവക്കുലുള്ളവർ ഈ പണിയെടുക്കുന്നത് എന്ന് സ്വാഭാവികമായി ചോദിച്ചേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന അസ്ഹാബ് ചോദിക്കുന്നു, ഖാല അസ്ഹാബ് അൻ മഅ്മരിൻ അനി സുഹരി റളിയല്ലാഹു
അൻഹു ഖാല ഖാല അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്ത, നിങ്ങളൊന്ന് പറഞ്ഞു തരൂ നബിയെ, ഇത്തിഖാഉൻ നത്തഖിഹി, ഞങ്ങൾ പാലിക്കുന്ന ചില സൂക്ഷ്മതകൾ, ചില അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ചില മുൻകരുതലുകൾ നടത്തും. വദവാഉൻ നതദാവാബിഹി, ഞങ്ങൾ മരുന്നുകൊണ്ട് ചികിത്സിക്കാറുണ്ട്. വറുഖൻ നസ്തർഖി ബിഹാ, ഞങ്ങൾ ചില മന്ത്രങ്ങളെ കൊണ്ട് മന്ത്രിക്കാറുണ്ട്. ആ തുഗ്നി മിനൽ ഖദർ, അല്ലാഹുവിന്റെ ഖദറിനെ തൊട്ട് ഇത് ആവശ്യം തീർക്കുമോ, ഖദറിനെ തൊട്ട് വല്ലതും ചെയ്യാൻ ഇതിന് കഴിയോ, ഖദറിനെ മറികടക്കാൻ ഇതിന് കഴിയോ എന്ന് ചോദിച്ചപ്പം ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, ഹിയ മിനൽ ഖദർ, അതും ഖദറിൽപ്പെട്ടത് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുസന്നഫ് അബ്ദുർ റസാഖിൽ ഈ വിഷയവും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്, മന്ത്രം എന്ന് പറയുന്നത് ഇസ്ലാമികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഇമാമും ഇവരെല്ലാവരും അംഗീകരിച്ച, അവരെല്ലാവരും ചെയ്ത പാരമ്പര്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് എന്ന കാര്യത്തില് ഒരാൾക്കും തർക്കമില്ല. ഇത് പറയുമ്പോൾ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറ, ഈ ഖുർആൻ തന്നെ അക്രമികൾക്ക് നാശമാണ് വർദ്ധിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? സ്വാഭാവികമാണ്, ഖുർആൻ മോശമായതുകൊണ്ടല്ല. അക്രമികൾക്ക് അത് നാശം വർദ്ധിപ്പിക്കാനുള്ള കാരണം ഖുർആൻ മോശമായതുകൊണ്ടല്ല. പിന്നീട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം? നല്ല മധുരമുള്ള ഒരു ആപ്പിൾ, ആ ആപ്പിൾ തന്നെ രണ്ടു പ്രകൃതിയുള്ളവർക്ക് കൊടുത്താൽ, പ്രകൃതിയിൽ വ്യത്യസ്തരായ രണ്ടുപേർക്ക് കൊടുത്താൽ, രണ്ടുപേരിൽ നിന്നും വരുന്ന പ്രതികരണങ്ങൾ രണ്ടായിരിക്കും. നല്ല ആരോഗ്യവാനായ ഒരാൾക്ക് കൊടുത്താൽ അയാളുടെ പ്രതികരണം നല്ല സ്വാദുള്ള, എന്തൊരു മധുരമുള്ള ആപ്പിൾ, നല്ല ടേസ്റ്റുള്ള ആപ്പിൾ എന്നായിരിക്കാം. അതേസമയം 2 ആഴ്ച ടൈഫോയിഡായി പനിച്ചു കിടന്ന ഒരാൾക്കാണ് ആ ഒരു കഷ്ണം ആപ്പിൾ കൊടുക്കുന്നെങ്കിൽ, ആപ്പിൾ ചമർക്കുന്നു എന്ന് പറഞ്ഞേക്കാം, കഴിക്കുന്നു എന്ന് പറഞ്ഞേക്കാം. ഇത് ആപ്പിളിന്റെ കുറ്റമല്ല, ഇയാൾക്കാണ് കുഴപ്പം, ഇയാളുടെ പ്രകൃതിയുടെ മോശമാണ്. ഇതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറ. വിശുദ്ധ ഖുർആനിന്റെ അവസ്ഥയല്ല, വിശുദ്ധ ഖുർആനിന്റെ കുഴപ്പമല്ല, മറിച്ച് ആ ഖുർആൻ സ്വീകരിക്കുന്ന ഹൃദയങ്ങളുടെ കുഴപ്പമാണ്. നല്ല ഹൃദയത്തിലേക്ക് ഖുർആൻ അങ്ങ് ചെല്ലും തോറും അവർക്ക് ഈമാൻ വർദ്ധിക്കുകയും മാത്രമല്ല അത് മന്ത്രിച്ചാൽ രോഗം സുഖപ്പെടുകയും ഇത്തരം കാര്യങ്ങൾക്കെല്ലാം അവർക്ക് ഫലിക്കുകയും ചെയ്യും. അതേസമയം ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ടീമിന് അവർക്ക് മന്ത്രിച്ചൂതിയാലും അതിന്റെ ഫലം കിട്ടണമെന്നില്ല. ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്, വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. ഇനി ബുദ്ധിപരമായി ഈ കാര്യത്തെക്കുറിച്ച് ഈ കാര്യത്തെ നാം സമീപിക്കുമ്പോൾ ഒരിക്കൽ ഒരു ആലിമിനോട്, ഒരു പണ്ഡിതനോട്, കിതാബിൽ നമുക്ക് കാണാം, ഒരു പണ്ഡിതനോട് ഇത്തരം ചിന്താഗതിയുള്ള ഒരു നവീന ചിന്താഗതിക്കാരൻ വന്നുകൊണ്ട് ചോദിച്ചത്രേ, അല്ല, ഏതാനും വചനങ്ങൾ ഇങ്ങനെ ചൊല്ലിപ്പറഞ്ഞാൽ, ചൊല്ലിപ്പറഞ്ഞിങ്ങോട്ട് ഊതുമ്പോഴേക്ക് എന്തോ കിട്ടുന്നു, ചൊല്ലിപ്പറഞ്ഞാൽ എന്തൊക്കെയോ നേട്ടം കിട്ടുന്നു, യാസീനോദിയ രോഗം സുഖപ്പെടും, സൂറത്തുൽ ജിൻ ഓതിയാൽ രോഗം സുഖപ്പെടും, ഇതൊക്കെ നിങ്ങൾ എന്തുകൊണ്ടാ പറയുന്നത്? ഇങ്ങനെയൊക്കെ തൽക്കാലം നടക്കാൻ പോകുന്ന കാര്യമാണോ? നമ്മൾ സാധാരണഗതിയിൽ ഭൗതിക മരുന്നുകൾ രോഗത്തെ സുഖപ്പെടുത്തുന്നത് പോലെ മന്ത്രവും മാറ്റുമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ഇതൊരു വല്ലാത്ത സംഭവം തന്നെയാണ്. അതെങ്ങനെയാണ് നടക്കുക എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്രേ, കെലിമത്തുകൾക്ക് ഒരു സ്വാധീനവുമില്ലെന്നാണോ നീ പറയുന്നത്? ഗുളിക കഴിക്കുമ്പോ നിന്റെ ശരീരത്തിന്റെ കളറ് മാറ്റാൻ, നീലക്കളറുള്ള നിന്റെ ശരീരത്തിന്റെ നീലിമ മാറ്റാൻ ഗുളികക്ക് കഴിയുമെങ്കിൽ മറ്റു മരുന്നുകൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എന്തേ ഒരു വചനത്തിന് ഇത് കഴിയില്ലേ? ഇയാൾ പറഞ്ഞു, തീർത്തും കഴിയില്ല. നീ എന്തു പറഞ്ഞാലും എന്റെ ശരീരത്തിലെ കളറ് മാറ്റാൻ ഞാൻ. അപ്പോൾ ഉടനെ തന്നെ ഈ പണ്ഡിതൻ ഇദ്ദേഹത്തോട് പറഞ്ഞത്രേ, എടാ വിഡ്ഢി, ഇത് ഓ വിഡ്ഢി, പോ അവിടെന്ന് എന്ന് പറഞ്ഞ സമയത്ത് ഇയാളുടെ മുഖം ചുവക്കുകയാണ്, ഇയാളുടെ മുഖം വിവർണമാവുകയാണ്. ഇയാൾ ചോദിച്ചു, എടോ നീ എന്തേ പറഞ്ഞത്? ഇയാളുടെ കഴുത്തിലെ ഞരമ്പുകളൊക്കെ വീർത്തു, ഇയാളുടെ മുഖം ചുവന്നു തുടുത്തു. ഉടനെ തന്നെ ഈ മഹാനായ പണ്ഡിതൻ ചോദിച്ചു, സുഹൃത്തെ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, എടാ വിഡ്ഢി, എടാ കഴുതേ എന്ന് വിളിച്ചപ്പോഴേക്ക്, ഇത്തരം ഒരു വളരെ നീചമായൊരു സംസാരം പറഞ്ഞപ്പോഴേക്ക് നിന്റെ മുഖത്തിന്റെ കളറ് മാറിയെങ്കിൽ, നിന്റെ കഴുത്തിലെ ഞരമ്പുകൾ വീർത്തെങ്കിൽ, ഇതിനൊക്കെ എന്തുണ്ടായി ഇവിടെ? ആ ഒരു വചനത്തിന് ഇത്ര വലിയ മാറ്റമുണ്ടായെങ്കിൽ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾക്ക് നിന്റെ കളറ് മാറ്റാനും നിന്റെ സ്വഭാവം മാറ്റാനും നിന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും നിന്റെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും കഴിയില്ല എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ മൗഢ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇദ്ദേഹം. അതിന്റെ മുമ്പിൽ
മറുപക്ഷം ഉത്തരം മുട്ടിപ്പോവുകയാണ്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുക. ചുരുക്കത്തില് വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള മന്ത്രങ്ങള്, അർത്ഥമറിയപ്പെടുന്ന അനറബി മന്ത്രോച്ചാരണങ്ങൾ കൊണ്ടുള്ള മന്ത്രങ്ങള്, ശിർക്ക് കലര, അതുപോലെ തന്നെ അറബി ഭാഷയിലുള്ള ദിക്റുകൾ കൊണ്ടുള്ള മന്ത്രങ്ങള്, ഇത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മന്ത്രങ്ങളെ കൊണ്ടുള്ള മന്ത്രങ്ങള്, ഇതൊക്കെ ശിർക്ക് കലരാത്ത മന്ത്രങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളൂ. അത്തരം മന്ത്രങ്ങളെല്ലാം അനുവദനീയമാണ്, അതിനൊരു കുഴപ്പവുമില്ല, അതിന് പ്രമാണങ്ങളുടെ പിൻബലമുണ്ട് എന്നു മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിരോധിക്കപ്പെട്ട, വിമർശിക്കപ്പെട്ട മുഴുവൻ മന്ത്രങ്ങളും, തേരസ്സുകളും ഉറുക്കുകളും ഇതെല്ലാം ശിർക്ക് കലർന്നവയാണ് എന്നു മാത്രം ഉണർത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ സത്യം കണ്ടെത്താനും ആ സത്യത്തെ പിന്തുടരാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.